ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. एक और बार हम सब मिलकर परमेश्वर की उपस्थिति में बैठे हैं। വളരെ മാധുര്യമേറിയ ആത്മീയ ഗീതങ്ങൾ പാടി നാം ദൈവത്തെ ആരാധിച്ചു വരികയായിരുന്നല്ലോ. काफी मधुर गीतों के साथ हम परमेश्वर की आराधना कर रहे थे अब तक। ചതഞ്ഞ ഓടയെ ഒടിക്കാത്ത കർത്താവ് നമ്മുടെ ദൈവം. रात पिछला हुआ सफर तो ना तोड़ने वाला. जो सरकंडा जो कुचला जाता है उसको ना तोड़ने वाला परमेश्वर की सेवा हम आज सुबह करते हैं. हम परमेश्वर को धन्यवाद करें. कर्ताव स्तोत्रम ചെയ്യാ. നമ്മുടെ കർത്താവ് ശ്രേഷ്ഠനായ ദൈവം. हम परमेश्वर का धन्यवाद करते कि हमारा परमेश्वर सर्वश्रेष्ठ परमेश्वर है। ഹല്ലേലൂയ. हालेलुया। ഈ ആത്മീയത്തിലായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും പിതാക്കന്മാരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ, ദൈവ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ ഉത്തർപ്രദേശിലെ റായ്ബറയിൽ നിന്നുള്ള സ്നേഹവന്ദനം, പ്രഭാതവന്ദനം അറിയിക്കുന്നു. इस प्रार्थना सभा में जुड़े हुए सभी भाई बहनों का और हमारे मसीह दासों का और हमारे पिताओं का सबका मैं परमेश्वर के नाम से धन्यवाद करता हूँ। വളരെ ബഹുമാനത്തോടെ ദൈവദാസന്മാരെ ഇന്ന് രാവിലെ ഞാൻ ഓർക്കും, ഞങ്ങൾ സ്മരിക്കുന്നു. बहुत ही आदर के साथ मैं हमारे आत्मिक पिताओं का मैं धन्यवाद करता हूँ, उनसे स्नेह करता हूँ। കർത്താവിന്റെ വചനവുമായി വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ നൽകിയല്ലോ. परमेश्वर के वचनों से फिर आपके सम्मुख आने के लिए परमेश्वर ने हमें एक सौभाग्य दिया। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഈ ആത്മീയ യോഗത്തിന് നേതൃത്വം നൽകുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. इस प्रार्थना सभा में जुड़े हुए सारे प्रभु के दासों का मैं धन्यवाद करता हूँ। ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയമായി സംസാരിക്കട്ടെ. परमेश्वर का आत्मा आज हमारे हृदयों से बात करने നാം पाए। ഒരുമിച്ച് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. हम मिलके एक प्रार्थना के साथ हम बैठे रहेंगे। ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ സമാധാനത്തോടെ ആയിരിക്കുന്നു. हम उत्तर भारत में बड़े ही समाधान के साथ बैठे हैं। കർത്താവ് ഞങ്ങൾ ഇതുവരെയും സഹായിച്ചു. परमेश्वर ने हमें अभी तक संभाल के रखा। പല സ്ഥലങ്ങളിലും വലിയ പീഡകൾ നടന്നുകൊണ്ടിരിക്കുന്നു. कई जगहों में काफी सारे विद्रोह हो रहे हैं। കഴിഞ്ഞ ഞായറാഴ്ചയിലും ഞങ്ങളായിരിക്കുന്ന റായ്ബറയിൽ തൊട്ടടുത്തുള്ള ലഖ്നൗ സിറ്റിയിൽ ചർച്ചുകൾ വിരോധിയായവർ ആക്രമിച്ചു. हम जहाँ रायबरेली में सेवकाई करते हैं उसके बगली जिले में लखनऊ में एक प्रार्थना सभा के बीच में सभा को एक विरोधी ने आके हंगामा मचाया। ദൈവദാസനെയും ദൈവസഭയും അറസ്റ്റ് ചെയ്തു, ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി. प्रभु के दास और प्रभु की दासियों को, कुछ विश्वासी गणों को वो जेल में ले गया और उनको बंदी बना लिया। പോലീസ് സ്റ്റേഷൻ में ले गए. കർത്താവ് തന്റെ വേലയെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരിലൂടെ फिर भी परमेश्वर अपने दासों के द्वारा अपनी सेवकाई को आगे बढ़ाते ही जा रहा है। കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒരു ഭാഗത്തുണ്ടെങ്കിലും നമ്മുടെ കർത്താവ് പണിയുന്നവനാണ്. दुख और रोग एक तरफ है तो दूसरी तरफ हमारा परमेश्वर उसको बनाने वाला है। ആമേ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. आमीन। प्रभु कहता है मैं अपनी कलीसिया को बनाऊंगा। ആമേ. നമ്മുടെ ഈ പ്രാർത്ഥനകൾ വ്യർത്ഥമല്ല. हमारी ये प्रार्थनाएं व्यर्थ नहीं जाने वाली। ഇതുപോലെ രാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ പ്രാർത്ഥന യോദ്ധാക്കളെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. इसी तरह भोर को उठ के परमेश्वर की आराधना और प्रार्थना करने के लिए करने वाले सारे प्रभु के दास दासियों को मैं प्रभु का धन्यवाद करता ഒരു हूँ। പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുന്ന ഈ ആത്മീയ യോഗം ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കായി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. और जितने भी लोग इस प्रार्थना से जुड़े हैं और इस प्रार्थना सभा को आगे लीड करते हैं उन सबका मैं परमेश्वर की तरफ से धन्यवाद करता हूँ। അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന ഫലമായിട്ടാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരിക്കുന്നത്. आप सबके प्रार्थनाओं के उत्तर के साथ ही हम आज यहाँ उत्तर भारत में बैठे हैं। അമ്മ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു വാക്യം വായിക്കാം. आज के चिंतन के लिए हम मिल के एक आयत पढ़ेंगे। അപ്പോസ്തലരുടെ പുസ്തകം प्रेरितों के कार्य 1-ാം അധ്യായത്തിന്റെ उसके पहले अध्याय का മലയാളത്തിൽ 2-ാമത്തെ വാക്യമാണ്, ഹിന്ദിയിൽ അത് 3-ാമത്തെ വാക്യമാണ്. प्रेरितों के कार्य उसके पहले अध्याय का 3री आयत। അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. उसने दुख उठाने के बाद बहुत से पक्के प्रमाणों से अपने आप को उन्हें जीवित दिखाया और 40 दिन तक वह उन्हें दिखाई देता रहा। ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. और परमेश्वर के राज्य की बातें करता रहा। വാക്യത്തിന്റെ പ്രധാന ഭാഗം ഒരു പ്രാവശ്യം കൂടെ വായിക്കുന്നു. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. यहाँ इस मूल पद हम पढ़ेंगे, उसने दुख उठाने के बाद 40 दिन तक उन्हें दिखाई देता रहा। കഷ്ടം അനുഭവിച്ച ശേഷവും പ്രത്യക്ഷനാകുന്നവൻ, दुख उठाने के बाद भी उनके सबके सम्मुख प्रकट होने वाला। ലോകം ചതച്ച് ഇനിയും
നിന്നെ ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞപ്പോൾ വീണ്ടും എഴുന്നേറ്റ് ദൈവസഭയെ പണിതവൻ. दुनिया ने उसे कुचल के मसल के अलग करने के बावजूद उसने फिर से उठ के परमेश्वर की राज की सेवकाई शुरू की। വിരോധികൾ പറഞ്ഞു, ഇനിയും നിവരെ നിൽക്കുകയില്ല. विरोधियों ने कहा कि तुम फिर से अभी खड़े नहीं हो पाओगे। എന്നാൽ വായിക്കുന്നു, യേശു നിവരെ നിന്നു. फिर भी हम पढ़ते हैं कि यीशु मसीह जी उठा। നീ പുറത്തു വരികയില്ല എന്ന് പറഞ്ഞവർ നോക്കി നിൽക്കുക, യേശു നടന്ന് പുറത്തേക്ക് വരുന്നു. जितनों ने कहा था कि तुम अभी उठोगे नहीं, तुम वापस नहीं आओगे, उन्हीं लोगों ने अपनी आंखों से देखा कि परमेश्वर यीशु मसीह जी उठा है। നീ ഇനി പ്രസംഗിക്കുകയില്ല ദൈവരാജ്യത്തെ കുറിച്ച് വാദിച്ചിരുന്നവർ വെല്ലുവിളിച്ചവർക്ക് മുമ്പിൽ വീണ്ടും സുവിശേഷം പ്രസംഗിച്ച നസ്രായനായ ക്രിസ്തു. जितने लोग कहे थे कि तुम दोबारा प्रचार नहीं कर पाओगे, उन्हीं के सम्मुख परमेश्वर प्रकट होकर उन सबके बीच में प्रचार किया। അവൻ കഷ്ടം അനുഭവിച്ച ശേഷം, उसने दुख उठाने के बाद, മരിച്ചതിന് ശേഷം, उसने मरने के बाद, ക്രൂശീകരണത്തിനും കഷ്ടത്തിനും ശേഷം, उसका क्रूसारोपण और अपने दर्द को सहने के बाद, ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം, उसके गाड़े जाने के बाद വീണ്ടും പ്രസംഗിക്കുന്നു. दोबारा उसने प्रचार किया। വീണ്ടും ദൈവരാജ്യം പ്രസംഗിക്കുന്നു. दोबारा उसने परमेश्वर के राज्य के लिए प्रचार किया। നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ ചിന്തിച്ചു, സുവിശേഷങ്ങൾ യേശു ക്രിസ്തുവിന്റെ ചരിത്രം വിവരിക്കുന്നു. हमने पिछले दिनों पढ़ा था कि जो कलीसिया है वो സുവിശേഷങ്ങൾ, സുസമാചാരം, सुसमाचार सब है, वो परमेश्वर के इतिहास को दर्शाता है। യേശു മസീഹ് ഇതിഹാസ്. സുവിശേഷങ്ങൾ യേശു ക്രിസ്തുവിന്റെ ചരിത്രം വർണ്ണിക്കുന്നു. जो सुसमाचार है वो यीशु मसीह के इतिहास को दर्शाता है। എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ ദൈവസഭയുടെ ചരിത്രം വിവരിക്കുന്നു. इसके बाद प्रेरित कार्य परमेश्वरी कलीसिया की चरित्र को बताता है, इतिहास को बताता है। ആമേൻ. ദൈവസഭ നടക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പിൽ നടന്ന നസറയൻ. जब परमेश्वर की कलीसिया जब शुरू होने वाली थी, इससे पहले हमारे यीशु मसीह जो हम लोग देख रहे हैं यहाँ पे, ദൈവസഭയുടെ ചരിത്രം ആരംഭിക്കുമ്പോൾ മുമ്പിൽ നടന്ന വ്യക്തി കഷ്ടം അനുഭവിച്ച ശേഷം നടന്നവനാണ്. परमेश्वर कलीसिया की जो इतिहास शुरू होने से पहले जो व्यक्ति था, उसने दुख उठाने के बाद अपनी सेवकाई को शुरू किया। മരിച്ചതിന് ശേഷം ജീവിച്ചെഴുന്നേറ്റ് പ്രസംഗിച്ചവന്റെ പുറകിൽ അല്ലെങ്കിൽ കൂടെ നടന്നാണ് നാമും പ്രസംഗിക്കുന്നത്. जो जिसने अपने मृत्यु के बाद, अपने गाड़े जाने के बाद फिर से जी उठकर सुसमाचार सुनाया, उसी के साथ हम आज प्रचार करते और आराधना करते हैं। അതുകൊണ്ടാണ് 120 പേരിൽ ആരംഭിച്ച ദൈവസഭ ഇന്ന് കോടികളുടെ 120 കോടികൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. जहाँ शुरुआत में 120 लोगों ने मिलकर शुरुआत किया था, आज करोड़ों करोड़ों लोग परमेश्वर की आराधना करते हैं। മരിച്ചവനായിരുന്നു, എന്നാൽ വീണ്ടും ജീവിച്ചവൻ. मरा हुआ था, इसके बाद फिर जी उठा। കല്ലറയിൽ അടച്ചവനായിരുന്നു, എന്നാൽ ഇന്ന് പുറത്തു നിന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. कब्र में उसे गाड़ दिया था, इसके बाद वो जी उठकर परमेश्वर की सेवकाई किया। ആളുകൾ ആരുമില്ലാതെ ഏകനായി ക്രൂശിൽ കിടന്നവൻ ആളുകളുടെ നടുവിൽ നിന്ന് പ്രസംഗിക്കുന്നു. अकेला होके क्रूस पे वो अकेला टंगा हुआ था, उसके बीच वो भीड़ के बीच में प्रचार करने लगा। രോഗിയായി മാറിയവൻ ഇന്ന് ആളുകളെ സൗഖ്യമാക്കുന്നു. जो पहले रोगी था, वो अभी रोगियों को चंगा कर रहा है। ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ, നിവാസിമാരെ, വളരെ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മാവിന് വലിയൊരു ഒരു ഉണർവുണ്ടാകട്ടെ. प्रभु के दासों, प्रभु की दासियों, जब भी ये बात है हम सुने, हम पढ़े, तो अंदर से एक आत्मा में एक जागृति होने ഈ पाए। വചനം ധ്യാനിച്ചപ്പോൾ എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മ ഒരുപാട് ധൈര്യം നൽകി. जब ये आयत में पढ़ा तो परमेश्वर की आत्मा ने मुझे बहुत ही धैर्य दिया। പലപ്പോഴും ഇതുപോലെ വാക്യങ്ങളാണ് കഷ്ടതയിൽ നമ്മെ നിവരെ നിർത്തുവാനിടയായി തീരുന്നത്. कई बार ऐसी आयतें, ऐसे पद हमारे जीवन में जब हम कष्ट से गुजर रहे होते हैं, हमें सामर्थ्य देती है। നമ്മെ ചതയ്ക്കുമ്പോൾ, നമ്മെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ വചനമാണ് നമ്മളെ വീണ്ടും നിവരെ നിൽക്കുവാൻ നിർബന്ധിക്കുന്നത്. जब कष्ट हमें कुचल के आगे बढ़ जाए, हमें खत्म करने का प्रयास करे, तो ये ऐसी आयतें हमें धैर्य और ताकत देती है। ഏതെങ്കിലും നിലവാരത്തിൽ ഞാൻ ചതയുന്നു, എന്റെ ഭാവി ഇനി അപകടത്തിലാണ് വിചാരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവാത്മാവിൽ ഞങ്ങൾ പറയുന്നു, നാം വീണ്ടും പ്രസംഗിക്കും. जहां भी जीवन में कष्ट आए, जहां भी हम लोग ऐसा सोचें कि हम आगे नहीं बढ़ पाएंगे, हमारा जीवन आगे कष्टों में गुजरेगा, अगर ऐसा है कोई यहाँ पे, तो आज हम आपसे कह सकते हैं कि मरने के बाद यीशु मसीह जी को जी उठ के सुसमाचार सुनाया था। ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ യേശു വീണ്ടും പ്രസംഗിക്കുന്നു.
परमेश्वर के राज्य की सेविकाई के लिए प्रभु फिर से प्रचार किया। ഇന്നലെ പ്രസംഗിച്ച അതേ പ്രസംഗ വിഷയം തന്നെ കഷ്ടം അനുഭവിച്ച ശേഷവും പ്രസംഗിക്കുന്നു. कल जिस कल जिस विषय पे प्रभु यीशु मसीह ने प्रचार किया था, उसी विषय पर मरने के बाद, जी उठने के बाद उसने फिर प्रचार किया। ആമേൻ. കഷ്ടം അനുഭവിച്ച ശേഷം വിഷയം മാറുന്നില്ല. मरने के बाद जब वो जी उठा तो उसका विषय बदला नहीं। അതേ വിഷയം തന്നെ, പ്രസംഗിക്കേണ്ട വിഷയം തന്നെ വീണ്ടും പ്രസംഗിക്കുന്നു. उसी विषय पर उसने फिर से प्रार्थना फिर से सेवकाई शुरू किया। ആമേൻ. ദൈവമക്കളെ, നമ്മൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. प्रभु की दासों, हम इसी इसी विषय पे हम ऐसे प्रचार करते रहेंगे। ആമേൻ. നമ്മൾ ഒരുപാട് സഭകൾ ഇങ്ങനെ സ്ഥാപിച്ചുകൊണ്ടിരിക്കും. हम इसी तरह कई सभाएं हम लोग शुरू करेंगे। ആമേൻ. നമ്മൾ നിമിത്തം ദേശം ദൈവത്തെ അറിയും. हमारे द्वारा देश परमेश्वर को जानेगा। ആമേൻ. നമ്മൾ നിമിത്തം ഒരുപാട് സഭകൾ സ്ഥാപിക്കപ്പെടും. हमारे द्वारा कई सारे प्रभु की सभा स्थापित किए जाएंगे। സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ അഭിഷിക്തന്മാരെ ഈ രാവിലെ ഈ വാക്യങ്ങൾ നമുക്ക് വലിയ ഉത്സാഹമായി മാറട്ടെ. सेवकाई के उतरे सारे लोगों से मैं कहना चाहूंगा कि ये आयत हमारे लिए जागरूकता का आयत है। പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ സന്ദേശം നമുക്കൊരു വലിയൊരു ആത്മീയ ഉണർവിന് കാരണമാക്കി തീർക്കട്ടെ. प्रार्थना करने वाले सभी दासों दासियों हमसे कहेंगे कि ये एक आयत हमें सामर्थ्य देने वाला आयत है। അവൻ വായിക്കുന്നു, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം. हम पढ़ते हैं कि उसने दुख उठाने के बाद। ഈ അവൻ ആരാണ് നമുക്കറിയാം. हम जानते हैं कि उसने ये कौन है। ദൈവത്തിന്റെ പുത്രൻ, परमेश्वर का बेटा, ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ, जिंदा करने के लिए काबिलियत रखने वाला, മരണത്തിന് മേലെ അധികാരമുള്ളവൻ, मृत्यु के ऊपर जय पाने वाला, സൃഷ്ടികർത്താവായ ദൈവം. सृष्टिकर्ता परमेश्वर। വായിക്കുന്നു, അവൻ हम पढ़ते हैं वो കഷ്ടം അനുഭവിച്ച ശേഷം. दुख उठाने के बाद, കഷ്ടം അനുഭവിച്ച ശേഷം दुख उठाने के बाद വീണ്ടും പ്രസംഗിക്കുന്നു. दोबारा प्रचार करता है। കഷ്ടം അനുഭവിച്ച ശേഷം उसने दुख उठाने के बाद 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി 40 दिन तक उन्हें दिखाई देता रहा ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞും കൊണ്ട്. और परमेश्वर के राज की बातें करता रहा। അവൻ പറഞ്ഞുകൊണ്ട്, बातें करता रहा। പറയരുതെന്ന് ഒരുപാട് പേർ പറഞ്ഞിരുന്നതാണ്. कई सारे लोग बोले थे कि तुम अभी बोलना मत। നീ ഇനി പറയുകയില്ലെന്ന് ഒരുപാട് പേർ പറഞ്ഞു. कई सारे लोग बोले थे तो अभी तुम बोल नहीं पाओगे। ആ അധരം ആമേൻ അടച്ച്, അല്ലെങ്കിൽ നമുക്കറിയാം വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് ഈ ശരീരം ഖബർസ്ഥാനിൽ വെച്ചതാണ്. हम जानते हैं कि इसके शरीर को पूरा लपेट के कपड़े पे कब्र में रख दिया था। എന്നാൽ इसके बाद വീണ്ടും സംസാരിക്കുന്നു, फिर से बोलता है, വീണ്ടും സംസാരിക്കുന്നു. फिर से वो बोलता है। ദൈവരാജ്യം സംബന്ധിച്ച് പറഞ്ഞും കൊണ്ട് परमेश्वर के राज की बातें करता रहा। താൻ ജീവിച്ചിരിക്കുന്നു എന്ന് वो जीवित है इस कारण അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. कई सारे दृष्टांतों के साथ उन्हें प्रकट हुआ। ഒരുപാട് ദൃഷ്ടാന്തങ്ങളാൽ कई सारे दृष्टांतों के साथ അവർക്ക് കാണിച്ചു കൊടുത്തു. उसको उन लोग को दिखाया। കാണിച്ചു കൊടുത്തു. दिखाया അവർക്ക്, उन्हें, കൂടെ ഉണ്ടായിരുന്നവർക്ക്. साथ रहने वालों കൂടെ को। ഇനി ആരെയും നീ ആമെ കാണിക്കുവാൻ നിനക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്ത കർത്താവ്. साथ रहने वालों को तुम कुछ नहीं दिखा पाओगे ऐसा कहने वालों के सामने परमेश्वर ने दृष्टांतों के साथ उन पर प्रकट हुआ। വായിക്കുന്നു, എന്നാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. हम पढ़ते हैं कि उन्हें वो दिखाया। അവർക്ക് കാണിച്ചു കൊടുത്തു. उन्हें वो दिखाया। എപ്പോൾ കാണിച്ചു? कब दिखाया? ആമെ കഷ്ടം അനുഭവിച്ച ശേഷം. दुख उठाने के बाद। കഷ്ടം അനുഭവിച്ച ശേഷം. दुख उठाने के बाद। ആമേ, നാം കഷ്ടം അനുഭവിച്ച ശേഷവും നമുക്കൊരു ഭാവി ഉണ്ടെന്ന് ഈ വാക്കുകൾ നമ്മെ ഇന്ന് രാവിലെ പ്രബോധിപ്പിക്കുന്നു. हम दुख उठाने के बाद हमारा एक नया जीवन शुरू होता है, ये बात को दर्शाता है। കർത്താവിന്റെ കഷ്ടം അനുഭവിച്ച ശേഷം കർത്താവിന്റെ ശുശ്രൂഷ അവസാനിക്കുന്നില്ല. परमेश्वर यीशु मसीह का दुख उठाने के बाद यीशु मसीह की सेवकाई खत्म नहीं होती है। അതുകൊണ്ട് ക്രിസ്തീയ ചരിത്രത്തിന്റെ ചരിത്ര ഭാഗമായ ഈ ഗ്രന്ഥത്തിന്റെ ആദ്യ വാക്കുകൾ പറയുന്നു, നമ്മുടെ മുമ്പിൽ നടന്ന കർത്താവ് കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും പ്രസംഗിക്കുന്നു. इसलिए यीशु मसीह के इतिहास की जो स्टार्टिंग के पहले पन्नों में जो ये इतिहास का एक किताब आता है प्रेरितों का काम, उसके पहले आयतों में लिखा है जो हमारे साथ रहने वाला था उसने दुख उठाया। കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും പ്രസംഗിക്കുന്നു. दुख उठाने के बाद फिर से प्रचार ഈ किया। വാക്കുകൾ നമ്മുടെ ഉള്ളിൽ ആഴത്തിൽ പതിയട്ടെ, അതുകൊണ്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. इस आयत को हम बार बार अपने हृदय में छेद दे, इसलिए हम बार बार ये पढ़ रहे हैं। ലോകത്തിലെ ആളുകൾ കഷ്ടം അനുഭവിച്ച ശേഷം അവരുടെ ചരിത്രം അവസാനിക്കുകയാണ്. दुनिया के लोग जब कष्ट उठाते हैं, जब दुख उठाते हैं, उनका जीवन खत्म हो जाता है। മരണത്തിന് ശേഷം പിന്നെ ശേഷം എന്നൊരു പദം ജീവനോടെയുള്ള ചരിത്രം പറയാൻ വേണ്ടി ഉപയോഗിക്കാറില്ല.
मृत्यु के बाद इस दुनिया में फिर से दूसरा एक कोई शब्द आता ही नहीं है सामने। ആമേ നമുക്കറിയാം രാജാവിനെ സംബന്ധിച്ചും ലോകത്തിലെ ശക്തന്മാരെ സംബന്ധിച്ചും ശേഷം എന്ന ഭാഗം ഭൂമിയിൽ ജീവിച്ചിരുന്ന കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ താൻ ചെയ്ത കാര്യം പറവാൻ വേണ്ടി ശേഷം എന്ന വാക്ക് ഉപയോഗിക്കാറില്ല. जब दुनिया के बड़े बड़े राजाएं और अधिपति लोग जब मृत्यु होती है उनकी, जब मर जाते हैं, तो उसके बाद को कोई शब्द आता ही नहीं, उसके बाद कोई जीवन नहीं है उनके। അതിന് ശേഷം താൻ കല്ലറയിൽ ഉറങ്ങുന്നു എന്ന പദം ഉപയോഗിക്കാറുണ്ട്. इसके बाद वे कब्र में सो रहे हैं, इस बातों का दर्शन किया जाता है। അതിനുശേഷം തന്റെ ശരീരം ജീർണിച്ച് തീർന്നു എന്ന് നമുക്ക് പറയാം. हम बोल सकते हैं कि इसके बाद उसका शरीर पूरा खत्म हो गया। വർഷങ്ങൾക്ക് ശേഷം തന്റെ അവസാനത്തെ അസ്ഥി പോലും പൊടിഞ്ഞ് മണ്ണോട് ചേർന്നു എന്ന് നാം പറയാറുണ്ട്. हम बोल सकते हैं कि सालों साल बाद उसकी हड्डियां, आखिरी हड्डियां भी मिट्टी में मिट्टी मिल गई। അതിനുശേഷം അവരെ കുറിച്ച് ഓർക്കുന്ന ആളുകൾ ഓർത്ത് ചിലപ്പോൾ കരയാറുണ്ടായിരിക്കാം തന്റെ കുടുംബാംഗങ്ങൾ. उसके बाद कई सारे उनके प्रिय उनकी बातों को सोचकर रोते होंगे। അതിനുശേഷം തന്നെ കുറിച്ചുള്ള ഓർമ്മയുടെ പുസ്തകങ്ങൾ എഴുതിയ ആളുകൾ ഉണ്ടാകാം. उसके बाद उनकी यादों में कई सारे पुस्तकें लिखी जाएंगी। അതിനുശേഷം എന്നാൽ ജീവനുള്ള ചലനങ്ങൾ മനുഷ്യന് ഉണ്ടാകാറില്ല. അത് നമുക്കറിയാം, അത് സത്യമാണ്. लेकिन हम जानते हैं कि एक मृत्यु के बाद दूसरा जीवन नहीं है, ये हम सत्य को जानते हैं। എന്നാൽ ഇവിടെ ആമേൻ ഇങ്ങനെ പറയുന്നു, ആമേ കഷ്ടം അനുഭവിച്ച ശേഷം യേശു പുറത്തേക്ക് വരുന്നു. इसके बाद हम पढ़ते हैं कि उसने दुख उठाने के बाद यीशु फिर से जी उठा। കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനാകുന്നു. उसने दुख उठाने के बाद 40 दिन तक उन्हें दिखाई देता रहा। കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും താൻ അവരോട് പറയുന്നു, സംസാരിക്കുന്നു. दुख उठाने के बाद फिर से उन्हें प्रकट किया, दृष्टांतों के साथ बातें किया। കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും ആമേ ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. दुख उठाने के बाद वो दृष्टांतों के साथ उन्हें दर्शाता था। ആമേ കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും യേശു നടക്കുന്നു. दुख उठाने के बाद भी यीशु मसीह चलता था। ആമേ കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിക്കുന്നു. दुख उठाने के बाद भी यीशु मसीह अपने चेलों को अपने पास बुलाता था। അപ്പോൾ കഷ്ടം അനുഭവിച്ച ശേഷം ആമേ വീണ്ടും കാര്യങ്ങൾ ചെയ്ത നസ്രായനായ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. इसके बाद दुख उठाने के बाद भी जो आगे सेवकाई बढ़ाने वाला है, उसी की हम सेवकाई करते हैं। ആമേ തീർന്നു, കഴിഞ്ഞു, അവസാനിച്ചു. ഇനിയും ആ നാട്ടിലൊരു സഭയില്ല, അവിടെ ശുശ്രൂഷയില്ല, തന്റെ ശുശ്രൂഷ അവസാനിക്കുന്നു, ആ കുടുംബത്തിന്റെ ചരിത്രം അവസാനിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേർ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനുശേഷവും ഒരു ചരിത്രം എഴുതുവാൻ കഴിയുന്ന കർത്താവിനെയാണ് ഇന്ന് രാവിലെ നാം സേവിക്കുന്നത്. ये खत्म हो गया है, इसका कोई आगे कुछ नहीं होने वाला है, इस परिवार का आगे कुछ नहीं होगा, ऐसे कहने वालों के सामने भी वो दुख उठाने के बावजूद दूसरा जीवन ला के परमेश्वर ने दुनिया को दिखाया। ആമേൻ. നാം വീണ്ടും സംസാരിക്കും. आमीन। हम फिर से दोबारा बोलेंगे। കഷ്ടം അനുഭവിച്ചെടുത്ത് നാം വീണ്ടും പ്രസംഗിക്കും. जहाँ दुख उठाए थे वहीं पर बोलेंगे। ആമേൻ. നാം രോഗിയായി കിടന്നിടത്ത് നാം രോഗികളെ സൗഖ്യമാക്കും. हम जहाँ रोगी होकर पड़े थे वहीं पे हम रोगियों को चंगे करेंगे। ആമേൻ. നമ്മെ നിരാശയാൽ തകർക്കാമെന്ന് വിചാരിച്ചിടങ്ങളിൽ നിരാശപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേരെ നാം സൗഖ്യമാക്കും. हम जहाँ निराशा से पड़े हुए थे, हमें जहाँ निराशाएं आई थी, उसी जगह पे हम निराशाओं के ग्रसित लोगों को चंगा करेंगे। ആമേ. കാരണം കഷ്ടത്തിന് ശേഷം ജീവനുണ്ടെന്ന് ആമേ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് നാം. हमें हम जानते हैं कि जब दुख उठाने के बाद बोलने वाला और दिखाने वाले की सेवकाई करते हैं। ആമേ. കഷ്ടം അനുഭവിച്ച ശേഷം യേശു ചെയ്തെങ്കിൽ യേശുവിന്റെ ശരീരമായ നാമും അത് ചെയ്യുന്നവരാണ്. दुख उठाने के बाद बोलने वाले का हम अगर शरीर के अंग हैं, तो हम भी दुख उठाने के बाद बातें करेंगे। ആമേ. എനിക്കിനി ഒന്നിനും കഴിവില്ല, തീർന്നു, കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഈ വാക്യം ഇന്ന് രാവിലെ നമുക്ക് ഉണർവിന് കാരണമായി തീരട്ടെ. നാം വീണ്ടും എഴുന്നേൽക്കും, നാം വീണ്ടും പ്രസംഗിക്കും. हमारा आगे कुछ नहीं होने वाला, हमारा भविष्य खत्म हो गया है, अगर ऐसा सोच रहे हैं तो हमें हमारा हम जिसकी सेवकाई करते हैं वो दुख उठाने के बाद भी जी उठा था। ആമേ. നാം വീണ്ടും നടക്കും. हमें हम फिर से उठेंगे। നാം വീണ്ടും സംസാരിക്കും. हम फिर से बोलेंगे। നാം ഒരുപാട് പേരുടെ മുമ്പിൽ നടക്കും. हम कई लोगों के सामने चलेंगे। നാം ഒരുപാട് പേരുടെ മുമ്പിൽ പ്രസംഗിക്കും. हम भीड़ के बीच में प्रचार करेंगे। നാം വീണ്ടും നിരവധി സമയം പ്രാർത്ഥിക്കും. हम कई सारे समय प्रार्थना में ആമേ. देंगे। നാം നിരവധി സഭകൾ സ്ഥാപിക്കും. हम कई सारे सभाओं को स्थापित നാം करेंगे। ഓടി നടന്ന് സുവിശേഷം പറയും. हम भागते हुए परमेश्वर की सेवकाई ആമേ. करेंगे। നാം ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്നവരല്ല. हम एक कोने में बैठने वाले नहीं ആമേ. हैं। നാം വീണ്ടും എഴുന്നേൽക്കും. हम फिर से खड़े होंगे। കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും പ്രസംഗിക്കുന്നവർ, दुख उठाने के बाद फिर से प्रचार करने അവർ वाले हैं। വീണ്ടും ദൈവസഭയെ സ്ഥാപിക്കുന്നവർ. वो दोबारा परमेश्वर की सभा को स्थापित करने वाले हैं। ഹല്ലേലൂയ. हालेलुया। കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും ഒരു പ്രസംഗം.
दुख उठाने के बाद फिर से एक प्रचार। ആമേ കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും ശിഷ്യന്മാരെ കൂട്ടിയിരുത്തി ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കുന്നു. दुख उठाने के बाद भी अपने साथ अपने चेलों को दिखाकर दृष्टांतों को दिखाने वाला। 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇതേ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പദമുണ്ട്, എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു പദമാണ്. इसी पुस्तक के दूसरे अध्याय का 6ठी आयत में मुझे बहुत पसंदीदा एक आयत है। ആഗ്രഹമുള്ളവർക്ക് ആമേൻ ആ വാക്യത്തിന്റെ ആ വാക്യം ഒന്ന് തുറന്ന് നോക്കാം. जिनको चाहता है वो पढ़ सकते हैं, जिसकी 6ठी आयत। 2-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ दूसरा अध्याय का 6वां वचन में केवल ഒരു പദം മാത്രം ഇങ്ങനെ പറയുന്നു, ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. हम जानते हैं कि प्रेरितों का काम उसके दूसरे अध्याय का 6ठी आयत में पढ़ते हैं, जब वह शब्द हुआ तो भीड़ लग गई और लोग घबरा गए। പുരുഷാരം വന്നുകൂടി, भीड़ लग गई, പുരുഷാരം വന്നുകൂടി. भीड़ लग गई। അവരുടെ നാമത്തിൽ, किसके नाम पर? യേശുവിന്റെ നാമത്തിൽ, यीशु मसीह के नाम। യേശുവിന്റെ നാമത്തിൽ, यीशु के नाम। വീണ്ടും യെരൂശലേമിൽ പുരുഷാരം. दोबारा यरूशलेम में एक भीड़। നമുക്കറിയാം സുവിശേഷങ്ങളിൽ യെരൂശലേമിൽ ഒരുപാട് പുരുഷാരമുണ്ട്. हम जानते हैं कि कई बार यरूशलेम में कई सारे भीड़ को हम देख सकते हैं। സുവിശേഷങ്ങളിൽ सुसमाचारों में യേശു നടന്നിടത്ത് പുരുഷാരം, जहां जहां यीशु मसीह चला वहां वहां भीड़। യേശു രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ യേശുവിന് കൂടെ പുരുഷാരം. यीशु मसीह जहां सुबह उठा वहां पे एक भीड़। ദിവസം മുഴുവൻ യേശുവിന്റെ കൂടെ വലിയ പുരുഷാരം. पूरा दिन में यीशु मसीह के साथ एक बहुत बड़ी भीड़। വൈകുന്നേരങ്ങളിൽ യാത്ര ചെയ്ത് കടലിന്റെ അക്കരെ പോകുമ്പോൾ അവിടെയും പുരുഷാരം. शाम को जब यीशु मसीह सेवकाई करते झील के उस पार पहुंचा, वहां भी एक बहुत बड़ी भीड़। മലമുകളിൽ പുരുഷാരം, पहाड़ों के ऊपर एक बहुत बड़ी भीड़। താഴ്വരയിൽ പുരുഷാരം, गहराइयों में एक बहुत बड़ी भीड़। तराइयों में। എന്നാൽ ഈ പറയപ്പെട്ട പുരുഷാരം യേശുവിന്റെ കൂടെ നടക്കുമ്പോൾ വിരോധികൾ കാണുന്നു, ഇങ്ങനെയായാൽ ഇവൻ ആമേൻ നമുക്കറിയാം യഹൂദ മത നേതാക്കന്മാർ ഈ പുരുഷാരത്തെ കണ്ടാണ് അവർ ആശ്ചര്യപ്പെട്ടത്. हम जानते हैं कि ये सब यीशु मसीह के पीछे भीड़ को देखने के बाद जो वहां के अधिपति थे, वहां के याजक थे, वो सब देख के सब डरने लगे कि ये आगे जाके क्या होगा। പുരുഷാരത്തെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ചെയ്ത കാര്യമാണ് ക്രൂശീകരണം. हम जानते हैं कि भीड़ को भगाने का, तितर बितर करने का एक उपाय था, एक कारण था यीशु को क्रूस पर चढ़ा जाना। യേശുവിന്റെ കൂടെ ഇനി ആരും നടക്കരുത്. यीशु मसीह के साथ अभी कोई भी नहीं चलेगा। യേശുവിന്റെ പേരിൽ ഇനി പുരുഷാരം വന്നു കൂടരുത്. यीशु के नाम में अभी कोई भी भीड़ नहीं खड़ा होगी। നമുക്കറിയാം അറസ്റ്റ് ചെയ്തപ്പോൾ യേശുവിനെ പിടിക്കുമ്പോൾ ആളുകൾ ചിതറിയോടുന്നു. हम जानते हैं जब यीशु मसीह को पकड़वाया गया था तो सारे लोग तितर बितर हो गए थे। കുറച്ച് ദിവസത്തേക്ക് ക്രൂശീകരണത്തിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് നമുക്കറിയാം യെരൂശലേമിൽ ചില വിരലിൽ എണ്ണുവാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾ യെരൂശലേമിൽ ശാന്തത ഉണ്ടാകുന്നു. हम जानते हैं कि जब तक यीशु मसीह का क्रूस पर चढ़ाया नहीं गया था तो यरूशलेम कुछ दिनों तक का शांत था। ശത്രുമണ്ഡലങ്ങൾ വലിയ ആർത്ത് അട്ടഹസിക്കുന്ന ദിനങ്ങളായിരുന്നു. കണ്ടോ, പുരുഷാരം ചിതറിപ്പോയി. हम जानते हैं कि जब विरोधी लोग बैठ के हंस रहे थे, खुशी मना रहे थे कि देखो कि वो भीड़ भाग गई है। നാം വിജയിച്ചു എന്ന് പറഞ്ഞ് അവർ ആനന്ദ നൃത്തം ചവിട്ടുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിയുകയാ. हम जानते हैं कि जब वो खुशी मना रहे थे तभी बातों को पलटने लगा। ആമേൻ. ആത്മാവിന്റെ വലിയ ശക്തി യെരൂശലേമിൽ ഉണ്ടാകുന്നു. आत्मा की बहुत बड़ी शक्ति यरूशलेम के ऊपर उंडेली गई। പെന്തക്കോസ്തിന്റെ ശക്തി യെരൂശലേമിൽ വെളിപ്പെട്ടു വന്നു. पेंतुकोस्त की सामर्थ यरूशलेम पे उंडेली गई। 120 പേർ ഒരുമിച്ച് ആത്മാവിൽ നിറയുന്നു. 120 लोग मिलकर यीशु मसीह के परमेश्वर की आराधना करने लगे। ആമേൻ. ഒരുമിച്ച് ആത്മാവിൽ നിറഞ്ഞപ്പോൾ जब वो मिलकर आत्मा भरे हुए थे, വായിക്കുന്നു 2-ാം അധ്യായം 6-ാം വാക്യം, बढ़ते हैं कि दूसरे अध्याय का 6वीं आयत, യെരൂശലേമിൽ വീണ്ടും പുരുഷാരം വന്നുകൂടുന്നു. हम देखते हैं यरूशलेम में फिर से एक बहुत बड़ी भीड़ लगी। ആമേ. ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, जो टूटा हुआ और मसला हुआ, ആമേ, सरकंडे को आमेन इनकार न करने वाला, सरकंडे को, जो कोड़े को कभी इनकार नहीं करने वाला, ആമേൻ. നമുക്കറിയാം വീണ്ടും പണിയുവാൻ കഴിവുള്ളവൻ, वो फिर से दोबारा पुनः स्थापित करने वाला, പണിയുവാൻ കഴിവുള്ളവൻ, पुनः स्थापित करने वाला, പിരിഞ്ഞു പോയതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിവുള്ളവൻ, जब वो जो बिखर गए थे उनको फिर से समेटने वाला। യെരൂശലേമിൽ ഇനി ആരും ഈ നാമത്തിൽ കൂടുകയില്ലെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും അതേ നാമത്തിൽ പുരുഷാരം വന്നുകൂടുന്നു. यरूशलेम में दोबारा इस नाम से कोई भीड़ नहीं लगेगी, उसी नाम से फिर से दोबारा एक भीड़ उत्पन्न हुई। കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും പ്രസംഗിച്ചവന്റെ
ചരിത്രം. दुख उठाने के बाद फिर से प्रचार करने वाले का इतिहास. ആളുകൾ പിരിഞ്ഞു പോയിട്ടും വീണ്ടും അതേ നാമത്തിൽ ആളുകൾ വീണ്ടും വന്നുകൂടിയവന്റെ ചരിത്രം. जब भीड़ से तितर बितर हो गया, उसी नाम से लोग फिर से भीड़ लगाने लगे. ദൈവത്തിന്റെ പൈതലേ, ഇത് നമ്മുടെ ചരിത്രമാണ്. परमेश्वर के दास दासी, ये हमारा इतिहास है. ആമേ സാധിക്കില്ല, ഈ നാട്ടിൽ സാധിക്കില്ല നാളുകൾ ആമേ വിരോധികൾ പറയുമ്പോൾ നാം പറയും യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കും. हम बोल सकते हैं, विरोधी लोग बोलेंगे कि इस स्थान में, इस जगह में ये भीड़ नहीं लग सकती, लेकिन हम बोल सकते हैं यीशु मसीह के नाम में ये बातें होंगी. ഇന്ന് രാവിലെ ആത്മാവിൽ ഒരുമിച്ച് പറയാമോ, ആത്മാവിൽ വീണ്ടും പുരുഷാരം വന്നുകൂടും. हम आत्मा में फिर से कह सकते हैं कि फिर से एक बहुत बड़ी भीड़ लगेगी. ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുന്ന ഇടങ്ങളിൽ ദൈവസഭകൾ പലതും അടഞ്ഞു കിടക്കുന്നു. हमें जहाँ जहाँ हम लोग प्रचार करते हैं, वहाँ पे कई सारी कलीसियाएं बंद हैं. ദൈവദാസന്മാർക്ക് പുറത്തിറങ്ങും അനുവാദമില്ല. प्रभु के दासों को बाहर निकलने की अनुमति नहीं है. അവർ ഭയത്തോടെ രാത്രികളിൽ കിടന്നുറങ്ങുന്നു. वो भय के साथ रात को सोते हैं. അവർ ഒരുമിച്ച് ആരാധിച്ച ആളുകൾ ഇപ്പോൾ ഒരുമിച്ച് കൂടുവാൻ അവർക്ക് അനുവാദമില്ല. जिनके साथ वो मिलकर आराधना करते थे, वो वापस मिलने का अधिकार नहीं है. എന്നാൽ ഇന്ന് രാവിലെ ആത്മാവിൽ നാം ഒരുമിച്ച് പറയാം, യേശുവിന്റെ നാമത്തിൽ പുരുഷാരം വീണ്ടും വന്നുകൂടും. आमीन. हम आज की सुबह आत्मा में कह सकते हैं कि फिर से दोबारा एक भीड़ लगने वाली है. ആമേൻ. നമ്മൾ ഒരുമിച്ച് ആരാധിക്കും. आमीन. हम मिलकर आराधना करेंगे. വീണ്ടും ജനം ഒന്നിച്ചു കൂടും. फिर से लोग इकट्ठा होंगे. ആമേൻ. പറയുന്നു, യെരൂശലേമിൽ ഇനി പുരുഷാരം യേശുവിന്റെ നാമത്തിൽ കൂടുകയില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ നാം ചേർന്ന് ഒരുമിച്ച് ആത്മാവിൽ ആരാധിക്കും. आमीन. यरूशलेम में जितने लोगों ने कहा था कि ये भीड़ दोबारा नहीं लगेगी, उन्हीं के सामने हम दोबारा एक भीड़ खड़ी करेंगे. ആമേൻ. മരിച്ചവന്റെ ചരിത്രം അല്ലെങ്കിൽ കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും നടന്നവന്റെ അത്ഭുതമായ കാര്യമാണ് രാവിലെ നാം ചിന്തിക്കുന്നത്. आमीन. मरने के बाद, मृत्यु के बाद फिर से सेवकाई शुरू करने वाला, फिर से प्रचार करने वाले की बातें हम आज सुबह पढ़ने वाले हैं. കഷ്ടം അനുഭവിച്ച ശേഷം, दुख उठाने के बाद. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. എന്നെ വളരെ സന്തോഷിപ്പിച്ച ഒരു പദം കൂടെ വായിച്ചിട്ട് വേഗത്തിൽ സമയം കടന്നു പോകുന്നല്ലോ. मैं एक और आयत पढ़ के, समय आगे जा रहा है, इसलिए एक और आयत पढ़ के मैं आगे बढ़ना चाहूंगा. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ, यूहन्ना का सुसमाचार 12 अध्याय, यूहन्ना ने सुसमाचार उसके 12वें अध्याय का ആദ്യ വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. 1-2 വാക്യങ്ങളിൽ उसके 12वें अध्याय का पहला, दूसरा और तीसरा आयत में ऐसा लिखा है. രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 1-2 വാക്യങ്ങൾ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. उसके 12वें अध्याय का दूसरा वचन पढ़ेंगे. वहां उन्होंने उसके लिए भोजन तैयार किया और मार्था सेवा कर रही थी और लाजर उनमें से एक था जो उसके साथ भोजन करने के लिए बैठे था. വായിക്കുന്നു, ലാസറോ അവനോട് കൂടെ പന്തിയിൽ ഇരുന്നവരിൽ ഒരുവനായിരുന്നു. हम पढ़ते हैं कि लाजर उनमें से एक था जो उसके साथ भोजन करने के लिए बैठे थे. വളരെ ശ്രദ്ധയോടെ നാം വിഷയം ചിന്തിച്ചു വരുന്നു. കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും പ്രസംഗിച്ചവൻ. हम अभी तक पढ़ते आ रहे थे कि दुख उठाने के बाद भी फिर से प्रचार करने वाला. കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും ജനത്തെ ഒരുമിച്ച് കൂട്ടിയവൻ. दुख उठाने के बाद भी भीड़ को दोबारा इकट्ठा करने वाला. ലാസർ മരിച്ചവനായിരുന്നു. लाजर मरा हुआ था. ലാസറിനെ കുറിച്ച് വലിയ വിലാപം കഴിച്ചിരുന്നു. लाजर के लिए कई सारे आंसू बहाए गए थे. ലാസറിന്റെ സഹോദരിമാർ വളരെ കരഞ്ഞവരിൽ ചിലരായിരുന്നു. लाजर की बहनें कई सारे रोती हुई बहनों में से एक थी. ലാസറിനെ അടക്കി 4 ദിവസത്തിന് ശേഷം യേശു ലാസറിനെ ഉയർപ്പിക്കുന്നു. लाजर के मरने के बाद 4 दिन तक उसे कब्र में रखा. उसके बाद भी यीशु मसीह ने उसे जिलाया. പല പ്രാവശ്യം പന്തിയിലിരുന്ന ലാസറാണ്. कई बार भी उस भीड़ के बीच में बैठने वाला लाजर था. ദീനത്താൽ രോഗത്താൽ താൻ മരിക്കുന്നു. अकेला होकर, रोगी होकर वो मर गया था. എന്നാൽ ഇവിടെ വായിക്കുന്നു 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം, അവൻ വീണ്ടും പന്തിയിലിരിക്കുന്നു. हम दोबारा इस 12वें अध्याय की दूसरी आयत में पढ़ते हैं कि लाजर उनमें से एक था जो उसके साथ भोजन कर रहे थे. ലാസർ പന്തിയിലിരിക്കുന്നു. लाजर भीड़ में बैठा है. ടേബിൾ ലാസർ വീണ്ടും പന്തിയിലിരിക്കുന്നു. लाजर एक भोजन के स्थान में बैठा है. ലാസർ വീണ്ടും ഭക്ഷണം കഴിക്കുന്നു. लाजर फिर से खाना खाता है. ലാസർ വീണ്ടും യേശുവിന്റെ കൂടെ ഇരിക്കുന്നു. लाजर दोबारा यीशु मसीह के साथ बैठता है. യേശു അസാധ്യതകളെ സാധ്യമാക്കുന്നവൻ. यीशु मसीह असंभव को संभव करने वाला. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ. मरे हुए को जिलाने वाला. അടക്കം ചെയ്തവനെ കൊണ്ട് വീണ്ടും പന്തിയിലിരുത്തുവാൻ കഴിവുള്ളവൻ.
जो जिसको कब्र में गाड़ दिया गया था उसको दोबारा भोजन के स्थान में टेबल में बैठाने वाला। ഹല്ലേലൂയ. हालेलुया। ഹൃദയം നന്ദിയാൽ നിറയട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവാ. अमन हमारा हृदय खुशी से भर जाने पाए, हम बोलते हैं कि यीशु मसीह मुर्दों को जिलाने वाला है। ആമേൻ. അടക്കി തീർന്നു, ഇനിയും ലാസറിന്റെ ഓർമ്മ മാത്രമുണ്ടെന്ന് ആമേൻ ലോകർ പറയുമ്പോൾ യേശുവിന്റെ കൂടെ നടന്നത് കൊണ്ട്, യേശുവിന്റെ കൂടെ ജീവിച്ചിരുന്നത് കൊണ്ട്, യേശുവിനെ സ്നേഹിച്ചിരുന്നത് കൊണ്ട് ലാസർ വീണ്ടും പന്തിയിൽ ഭക്ഷണത്തിനിരിക്കുന്നു. आमीन। यीशु मसीह का कई सारे लोगों ने कहा था कि लाजर मर गया है, उसकी अभी सिर्फ यादें रह गई हैं, उससे कब्र में गाड़ दिया है, लेकिन इसके बावजूद लाजर यीशु मसीह से प्रेम करता था, उसके साथ चलता था, इसलिए वो फिर से उस भोजन के स्थान में बैठा हुआ है। വീണ്ടും നമ്മെ ഇരുത്തുവാൻ കഴിവുള്ളവൻ, फिर से हमको बैठाने वाला, ജനത്തിന്റെ കൂടെ നമ്മെ ഇരുത്തി നമ്മളെ ആദരിക്കുവാൻ കഴിവുള്ളവൻ, लोगों के बीच में हमें आदर देने वाला। ദൈവമക്കളെ, നാം മടങ്ങി വരും. പറയാമോ? ഇന്ന് രാത്രി രാവിലെ യേശുവിന്റെ നാമം നാം മടങ്ങി വരും. आमीन। हम फिर से बोल सकते हैं, हम बोल सकते हैं कि आज की सुबह की हम वापस आएंगे, ആമേൻ. നാം വീണ്ടും പ്രസംഗിക്കും. हम वापस प्रचार करेंगे, ആമേൻ. നാം ഒരുമിച്ച് വീണ്ടും ആരാധിക്കും. हम फिर से मिलकर आराधना करेंगे, നാം ഒരുമിച്ച് ദൈവസഭയെ പണിയും. हम मिलकर परमेश्वर की सभा को स्थापित करेंगे। നാം ഒരു വലിയ ഉണർവിന് വേണ്ടി നാം ഒരുക്കപ്പെടുകയാ. आमीन। हम फिर से एक जागरूकता के लिए हम उठ रहे हैं। യെരൂശലേമിൽ വലിയ ഉണർവുണ്ടാകും. यरूशलेम में बहुत बड़ी बेतारी होगी, ആളുകൾ വീണ്ടും വന്നുകൂടും. भीड़ वापस इकट्ठा होगी, മരിച്ചവർ ഉയർക്കും. मरे हुए जी उठेंगे, നിരാശയാൽ അടക്കം ചെയ്തവർ വീണ്ടും പുറത്തേക്ക് വന്ന് പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കും. जिन्हें कब्र में गाड़ दिया था उसके उनको वहां से उठाकर भोजन के स्थान में बैठाएगा। കഷ്ടം അനുഭവിച്ചതിന് ശേഷം വീണ്ടും നാം പ്രസംഗിക്കും. दुख उठाने के बावजूद हम फिर से प्रचार करेंगे, അനേകർക്ക് നാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കും. अनेकों के लिए हम दृष्टांत दिखाएंगे, ആമേ. ദൈവരാജ്യത്തെ കുറിച്ച് പരസ്യമായി പ്രസംഗിക്കും. परमेश्वर के राज के लिए हम अलग अलग तरीके से प्रचार करेंगे। സുവിശേഷത്തിന്റെ ചരിത്രത്തിന്റെ ആദ്യ അധ്യായത്തിൽ അങ്ങനെ എഴുതിയെങ്കിൽ ഇന്നും നാം അത് ചെയ്യും. കാരണം ആമേ മരിച്ചിട്ട് ഉയർത്തവന്റെ പിന്നാലെ നാം യാത്ര ചെയ്യുന്നു. हमें सुसमाचार की पहली किताबों में अगर ऐसा लिखा है तो हम आज जो उसकी सेवकाई या उसकी सुसमाचार सुनाते हैं, इस काबिल हम भी हैं कि उसी तरह प्रचार और सेवकाई करें। മരിച്ച് അടക്കം ചെയ്തവൻ വീണ്ടും യേശുവിനോട് കൂടെ പന്തിയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. मरा हुआ था, कब्र में गाड़ दिया था, इसके बाद यीशु मसीह के साथ वो भोजन कर रहा है। ബഥാനിയിലെ വലിയ അത്ഭുതമാണ് നാം ചിന്തിച്ചു വരുന്നത്. बेथान्या में बहुत ही बड़ा अद्भुत कार्य हम देख रहे हैं यहाँ पे। ലോകർ പറഞ്ഞു ഇനിയും ഇവൻ പന്തിയിലിരിക്കുകയില്ല. लोग कह रहे थे कि ये फिर से भोजन करने के लिए नहीं बैठ അതിന്റെ सकता, ആമേൻ ഇവന്റെ കഥ അവസാനിച്ചു. इसका कहानी खत्म हो गई है। എന്നാൽ വീണ്ടും പന്തിയിൽ इसके बाद फिर से वो भोजन करने के स्थान യേശുവിന്റെ में, നാമത്തിൽ यीशु मसीह के नाम में। കർത്താവ് പറയാമോ? നന്ദി പറയാമോ? परमेश्वर को, यीशु मसीह को धन्यवाद करें। എത്രയോ ലാസർമാർ ആമേ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവരെ നടത്തിക്കൊണ്ടുവന്ന് പന്തിയിലിരുത്തി അവരോട് കൂടെ ഭക്ഷണം കഴിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഹല്ലേലൂയ. കർത്താവിന് രാവിലെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാ. आमीन। कितने सारे लाजर हमारे जीवन में आए कि जितने मर गए थे, कब्र में गाड़ दिया था, उनको वहां से उठाकर हमारे साथ भोजन करने के लिए उन्हें खड़ा किया। आमीन। ശാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നവർ, പൈശാചിക മണ്ഡലത്തിന്റെ അകത്തൊതുങ്ങിയവർ, ആമേ രോഗത്തിന്റെ വലിയ തീവ്രതയിൽ ആമേ ജീവിതത്തിൽ ഒരു ആശയമില്ലാതിരുന്നിട്ടും അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകുന്നു. ദൈവം ഞങ്ങൾക്കും ഭാഗ്യം ഒരുക്കുന്നു. आमीन। जितने लोग रोगी थे, जितने भी लोग शैतान के बंधन में जकड़े हुए थे, संसार के पापों में प्रभु अटके हुए थे, वो लोग जितने लोग जकड़े हुए थे, उन सबको यीशु मसीह ने बाहर निकाल कर हम सबके सम्मुख रखा है। तो हम भी ऐसा कर सकते हैं। ആമേ. തകർന്നു പോയവരെ പണിയുന്ന കർത്താവ്, हमें जितने बिखर गए थे उनको समेटने वाला, ആ കല്ലറയുടെ അകത്ത് വെച്ചടച്ച് 4 നാളായവനെയും പുറത്തു കൊണ്ടുവന്ന് പന്തിയിലിരുത്തുവാൻ കഴിവുള്ള കർത്താവ്, कब्र में बंद किए हुए 4 दिन हो गए उसको खड़ा करके उसके साथ भोजन करने वाला यीशु मसीह, കഷ്ടം അനുഭവിച്ച ശേഷവും ജീവൻ തരുവാൻ കഴിവുള്ള കർത്താവ്, दुख उठाने के बाद भी जीवन देने वाला परमेश्वर। മത്തായി സുവിശേഷം 26 അധ്യായത്തിൽ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട്. സുപരിചിതമായ ഭാഗമാണ്, വായിക്കണമെന്നില്ല. उसके मत्ती रचित सुसमाचार उसके 26 अध्याय में हम पढ़ते हैं, हम सब जानते हैं उस पद को। 70 വാക്യം മുതൽ 75 വാക്യം വരെ ഒരു വലിയ ചരിത്രമുണ്ട്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. 70 से 75 तक हम जानते हैं इसकी 70 से 75 तक की हम सुपरिचित एक आया था, हम पढ़ते आ रहे हैं इसको इतने दिनों से। ആമേൻ. അതുകൊണ്ട് വായിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. इसलिए हम उसको पढ़ने के लिए आग्रह नहीं करेंगे। വിഷയം ഇതാണ്. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ പത്രോസ്
യേശു കർത്താവിനെ തള്ളിപ്പറയുന്നു. हम जानते हैं कि इसका विषय यही है कि यीशु मसीह का स्नेही प्रिय പത്രസ് पतरस യേശു മസീഹ് उससे ഇൻകാർ करता है. इनकार कर रहा है। ഞാൻ നിന്നെ തള്ളിപ്പറകിൽ ആരെല്ലാം വിട്ടുപോയാലും ഞാൻ പോകയില്ല, ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്നു പറഞ്ഞ പത്രോസ്. जितने मैं तुम्हें कभी नहीं छोड़ूंगा, मृत्यु मृत्यु तक मैं तुम्हारे साथ रहूंगा, ये कहने वाला पतरस 26-ാം അധ്യായത്തിന് 70-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു, താൻ ഒന്നിന് പുറകെ രണ്ട് മൂന്ന് പ്രാവശ്യം തള്ളി പറയുന്നു. हम पढ़ते हैं कि पतरस एक के बावजूद दो, दो के बाद तीन बार परमेश्वर यीशु मसीह का इनकार करता है। താൻ തള്ളി പറയുകയാ. वो यीशु मसीह का इनकार करता है। രാജാവിനെ തള്ളിപ്പറഞ്ഞാൽ വീണ്ടും അവനൊരു മടങ്ങി വരവില്ല. राजा को अगर इनकार किया है तो उसका वापस आना असंभव है। ഏതെങ്കിലും ഒരു വലിയ സമൂഹത്തിൽ കൂടെ നിന്ന് വിരോധം പറഞ്ഞാൽ പിന്നെ അവർ ആ വ്യക്തിയെ കൂടെ കൂട്ടുകയില്ല. किसी बड़े समूह का अगर आपने एक बार अगर विरोध किया तो उसको दोबारा आप उस सम्मिलित नहीं हो सकते उस भीड़ में। എന്നാൽ രാജാതിരാജാവും കർത്താതി കർത്താവുമായ യേശുവിനെ ഒരു സാധാരണ പെൺകുട്ടിയുടെ മുമ്പിൽ പോലും തള്ളിപ്പറഞ്ഞ പത്രോസ് ഇതാ വീണ്ടും മടങ്ങി വരികയാ. आमीन। राजा राजाओं के राजा का इनकार करने वाला पतरस एक लड़की के सामने इनकार कर दिया, उसको फिर से यीशु मसीह ने खड़ा किया। യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെയാണ് പിന്നെ ആമേൻ യേശുവിന്റെ ശ്രേഷ്ഠനായ അപ്പോസ്തലനായി നാം കാണുന്നത്. आमीन। यीशु मसीह को जिसने इनकार किया था वही पतरस को एक बहुत ही बड़ा प्रेरित के रूप से हम बाइबल में देख सकते हैं। ആമേൻ. പലരും പറഞ്ഞു, പത്രോസേ ആമേൻ നിന്റെ ശുശ്രൂഷ അവസാനിച്ചു. कितने बहुत लोगों ने कहा था कि हे पतरस तुम्हारा सेवका ये खत्म हो गया है। ആമേൻ. നിന്റെ കാര്യം കഴിഞ്ഞു, നീ തള്ളി പറഞ്ഞു, നീ ഇനി ഒരുപക്ഷെ യൂദായ്ക്ക് വന്നതുപോലെ അല്ലെങ്കിൽ നീ നിന്റെ കാര്യം കഴിഞ്ഞു അവസാനിച്ചു, നീ മടങ്ങിപ്പോകും. आमीन। तुम्हारा सेवका ये खत्म हो गया है, तुमने यीशु मसीह को इनकार कर दिया है, तुम्हारा भी यहूदा की तरह तुम्हारा यही सेवका खत्म हो गया है। അന്ന് യഹൂദ മരിച്ചിട്ടില്ല എങ്കിലും ആമേൻ നമുക്കറിയാം. ആമേൻ. പലരും പറഞ്ഞു, ആമേൻ നിന്റെ കാര്യം കഴിഞ്ഞു. जानते हैं कि कई सारे लोग ने कहा था उससे कि तुम्हारा काम खत्म हो गया, तुम्हारा सेवका यही जाने वाला है। എന്നാൽ നമുക്കറിയാം തള്ളിപ്പറഞ്ഞ പത്രോസ് വീണ്ടും മടങ്ങി വരികയാണ്. हम जानते हैं कि इसके बाद पतरस इनकार करने वाला वापस आता है। മനസാന്തരപ്പെട്ട് മടങ്ങി വന്ന യേശുവിന് മുമ്പ് കരഞ്ഞ പത്രോസ് വീണ്ടും നമുക്കറിയാം പെന്തക്കോസ്തിന്റെ ശക്തനായ പ്രാസംഗികനായി മാറുകയാണ്. उसने पछतावा करके यीशु मसीह परमेश्वर से रोक के गिड़गिड़ाया, तब उसने माफी मांगी, तब पेंतकुस्त के अद्भुत कार्य का एक अद्भुत एक सेवकाई का एक प्रेरित ठहरा। യെരൂശലേമിൽ ഈ ആത്മീയ ഉണർവിന്റെ മുഖ്യ വക്താവായിരുന്നു കർത്താവിന്റെ വത്സല ശിഷ്യനായിരുന്ന പത്രോസ്. यरूशलेम के उद्धार का बहुत ही बड़ा अभिषिक्त था पतरस। ആമേൻ. താൻ തകർന്നു പോയിരുന്നു. वो टूट गया था अंदर से, യേശുവിൽ അകന്നു പോയിരുന്നു. वो परमेश्वर से अलग हो गया था, തള്ളിപ്പറഞ്ഞ് പുറകോട്ട് മാറിയിരുന്നു. वो इनकार करके पीछे हट गया था। തന്നെ നിരാശ തന്നെ കയറി പിടിച്ച് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. उसका इसके जीवन में निराशा आके उसको पूरा खत्म कर दी थी। എന്നാൽ താൻ മടങ്ങി വന്നപ്പോൾ जब उसने वापसी की, ആമേൻ, യേശുവിന്റെ അതിശക്തനായ അപ്പോസ്തലനായി വീണ്ടും താൻ മടങ്ങി വരികയാണ്. आमीन। यीशु मसीह का बहुत ही बड़ा प्रेरित, बहुत ही बड़ा अभिषिक्त होकर वो वापसी किया। കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും പ്രസംഗിച്ചവന്റെ ശിഷ്യൻ, कष्ट उठाने के बाद भी दोबारा प्रचार करने वाले का शिष्य, ആമേൻ, തകർന്നു പോയവനെ വീണ്ടും പണിയുന്നവൻ, टूटे हुए को फिर से समेटने वाला, ചിതറിപ്പോയവനെ വീണ്ടും യെരൂശലേമിൽ കൂട്ടിവരുത്തുന്നവൻ, बिखरने वालों को फिर से इकट्ठा करने वाला, അടക്കിയിട്ട് 4 നാൾ കഴിഞ്ഞിട്ട് നാറ്റം വെച്ചവനെ പുറത്തേക്ക് കൊണ്ട് വീണ്ടും പന്തിയിലിരുത്തി ഭക്ഷണം കഴിപ്പിച്ചവൻ, आमीन। गाड़े हुए 4 दिन हो गए उसको वापस भोजन के स्थान में बैठाने वाला, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് പിരിഞ്ഞു പോയവനെ വീണ്ടും തിരികെ കൊണ്ടുവന്ന് കൂടെ നിർത്തി പ്രസംഗിച്ച യേശുവിന്റെ സ്നേഹത്തിനായി സ്തോത്രം പറയാമോ രാവിലെ? आमीन। 3 बार इनकार करने के बाद भी जो पतरस को अपने साथ फिर से सेवकाई में लाया, उस परमेश्वर का हम धन्यवाद करेंगे। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। എത്ര അത്ഭുതമായ കാര്യങ്ങൾ ദൈവമക്കളെ തകർന്നു പോവും. ആമേ ചിന്തിക്കുമ്പോൾ നമ്മളെ വീണ്ടും പണിയുന്നൊരു കർത്താവുണ്ട്. आमीन। कितनी खुशी देने वाली बात है कि हम जब टूटे हुए थे, टूटने वालों को वापस इकट्ठे करने वाला एक परमेश्वर हमारे साथ। നടക്കുവാൻ എന്റെ കാലിന് ബലമില്ല, മുമ്പോട്ട് ഞാൻ എങ്ങനെ പോകുമെന്നോർത്ത് ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നാം ആ മണ്ണിലൂടെ അതിവേഗം ഓടും. हमें पैर में चलने की ताकत नहीं है, हम आगे कैसे बढ़ेंगे? अगर ऐसा सोच रहे हैं तो हमारा परमेश्वर हमारे साथ है, हम आगे बढ़ते जाएंगे। യേശുവിന്റെ കൂടെ നീ നിന്നാൽ, अगर यीशु मसीह के साथ तुम चलोगे, യേശുവിന്റെ കൂടെ നടന്നാൽ, यीशु मसीह के साथ तुम खड़े होगे, യേശുവിന്റെ കൂടെ സമയം ചിലവഴിച്ചാൽ यीशु मसीह के साथ अगर तुम समय व्यतीत करोगे, നാം അത്ഭുതങ്ങളെ കാണും. हम अद्भुत कार्य को നാം देखेंगे, അത്ഭുതങ്ങളെ കാണും. हम अद्भुत कार्यों को देखेंगे, നാം ആ സഭയിൽ വീണ്ടും
പ്രസംഗിക്കും. हम उस सभा में फिर से प्रचार നാം ആ करेंगे, സ്റ്റേജിൽ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. हम उस स्थान में उस फिर से खड़े होंगे, ആമേ, നാം ജീവനുള്ളവരായി നടക്കും. हम जीवित होकर चलेंगे, ആമേ, കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും പ്രത്യക്ഷനാകും 40 നാളോളം. दुख उठाने के बाद भी 40 दिनों तक हमारे साथ रहने वाला. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ ചരിത്രമുണ്ട്. मत्ती के सुसमाचार में उसमें एक ऐसा 26वें 26वें अध्याय में ऐसा एक बात कही गई है. യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ശിഷ്യന്മാരും ചിതറിപ്പോകുന്നു. यीशु मसीह को जब गिरफ्तार किया गया तो उसके सारे चेले तितर बितर हो गए थे. 26-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യം. हम पढ़ते हैं कि 26वीं अध्याय का उसके 31वीं आयत. 31वीं आयत में ऐसा कहा है, तब यीशु ने उससे कहा, तुम सब आज ही रात को मेरे विषय में ठोकर खाओगे, क्योंकि लिखा है, मैं चरवाहे को मारूंगा और झुंड को भेड़े से तितर बितर हो जाएंगी. നാം വായിക്കുന്നു, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ചിതറിപ്പോകും. हम पढ़ते हैं कि आज रात को तुम ठोकर खाओगे. യേശുവിന്റെ വാക്കുകൾ അതുപോലെ രാത്രി നിറവേറുകയാണ്. उसी बात यीशु मसीह की बात वही सच्चाई के रूप में होते हुए हम देख सकते हैं. യേശുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ചിതറിപ്പോകുന്നു. यीशु मसीह को जब गिरफ्तार किया गया, पकड़वाया गया, तब सारे चेले उसके भाग गए. ആരും കൂടെ നിൽക്കുന്നില്ല. कोई भी उसके साथ खड़ा नहीं हुआ. പുരുഷാരത്തിന് നടുവിൽ നിന്ന്, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ യേശു പുരുഷാരത്തിന് നടുവിൽ നിന്ന വ്യക്തി ഇപ്പോൾ ഏകനായി നിൽക്കുകയാണ്. हम पहले पढ़े थे कि भीड़ के बीच से यीशु मसीह जो प्रचार किया था, वही यीशु मसीह आज यहाँ पे अकेला खड़ा है. ഏകനായി ഹന്നാവിന്റെയും കയഫാവിന്റെയും നടുമുറ്റത്ത് യേശു നിൽക്കുന്നു. अकेला होकर यीशु मसीह हन्ना और कैफा महायाजकों के साथ खड़ा है. പിലാത്തോസിന്റെയും ഹെരോദാവിന്റെയും മുമ്പിൽ ഏകനായി നിൽക്കുന്നു. पिलातुस और हेरोदेस राजाओं के सामने यीशु मसीह खड़ा है. ഏകനായി നിൽക്കുന്നു. अकेला खड़ा है वो. പുരുഷാരം കൂടെയില്ല. वो जो बहुत बड़ी भीड़ है उसके साथ नहीं है. എന്നാൽ നമ്മൾ വായിച്ച കുറിവാക്യം ഓർത്തിരിക്കുക, കഷ്ടം അനുഭവിച്ച ശേഷം വീണ്ടും പ്രത്യക്ഷനാകുന്നവൻ. मैंने जो हम बात पढ़े थे उसी को फिर से हम याद करेंगे कि दुख उठाने के बाद फिर से प्रकट होने वाला यीशु मसीह. ഈ കർത്താവിന്റെ മുമ്പിൽ വീണ്ടും വലിയ ജനക്കൂട്ടം വന്നുകൂടുന്നു. इस यीशु मसीह के सामने फिर से एक बहुत बड़ी भीड़ इकट्ठा होती है. ഉയർപ്പിന് ശേഷം നമുക്കറിയാം 40 നാളോളം പ്രത്യക്ഷനാകുകയും അതിനുശേഷം പെന്തക്കോസ്തിന്റെ വലിയ അനുഭവം ഉണ്ടാകുന്നു. പിന്നെ ആളുകളുടെ എണ്ണം നമുക്കറിയാം, 3000, 5000, 8000, 8000, 8000. പിന്നെ ആ എണ്ണിയാൽ തീരാത്ത പുരുഷാരം. നമുക്കറിയാം, ഇന്ന് കോടിക്കണക്കിന് ആളുകൾ ഈ നാമത്തിന്റെ പുറകിൽ യാത്ര ചെയ്യുകയാണ്. हमें मृत्यु के बाद एक बहुत बड़ी भीड़ उसके पीछे हुई थी. हम जानते हैं जब वो जी उठा तो 40 दिन तक चेलों को दिखाई देता रहा, वहां एक भीड़. उसके बाद पेंतकुस्त के दिन में एक वहां बहुत ही बड़ी भीड़, 120 लोग उसको जाने. उसके बाद वो गिनती बढ़ती गई, 3000, 7000, 10,000. इस तरह आज करोड़ों करोड़ों लोग यीशु मसीह की सेवकाई में आगे बढ़ रहे हैं. ഏകനായി നിൽക്കേണ്ടി വന്നു, പക്ഷെ ഇന്ന് വലിയ പുരുഷാരത്തിന് നടുവിലേച്ച് നിൽക്കുകയാണ്. हमें अकेले होकर खड़े होना पड़ा उसको, लेकिन फिर भी आज एक बहुत बड़ी भीड़ उसके साथ खड़ी है. കഷ്ടം അനുഭവിച്ച ശേഷം പ്രത്യക്ഷനാകുന്നവൻ. दुख उठाने के बाद सबके सामने फिर प्रकट होने वाला. ആമേൻ. ഇന്ന് രാവിലെ ശ്രദ്ധിക്കുക, നീ ഏകനായി നിൽക്കുന്നുവോ? യേശുവിന്റെ നാമത്തിൽ പറയാം, ആമേൻ, ഏകാന്തകൾ മാറുവാൻ പോകുകയാ. आमीन. अगर आप आज की सुबह अकेले हैं तो फिर से कह सकते हैं कि सारी अकेलापन दूर होने वाली है. വിട്ടുപിരിഞ്ഞു പോയവർ മടങ്ങി വരും. जो छोड़ के साथी चले गए हैं वो वापस आएंगे. രാജാക്കന്മാർ യേശുവിനെ സേവിപ്പാൻ പോകുന്നു. राजा लोग यीशु मसीह की सेवा करेंगे. നമുക്കറിയാം, വായിക്കുന്നു, പുരോഹിതന്മാരിലും ഒരു വലിയ കൂട്ടം യേശുവിന്റെ ശിഷ്യന്മാരായി തീർന്നു എന്ന് വായിക്കുന്നു. हम जानते हैं कि पुरोहितों में से कई लोग यीशु मसीह के चेले होने पाए. രാജകൊട്ടാരങ്ങളിൽ സുവിശേഷം എത്തുന്നു. राज दरबारों में यीशु मसीह का सेवकाई सुसमाचार फैल गया. പരീശന്മാരും ശാസ്ത്രിമാരിലും വലിയ കൂട്ടം യേശുവിന്റെ പിന്നാലെ യാത്രയാകുന്നു. फरीसी और यहूदी कई सारी भीड़ यीशु मसीह के पीछे हो ली. ഏകനായി നിന്ന സമയമുണ്ട്, പക്ഷെ ഇന്ന് വലിയ ആൾക്കൂട്ട നടുവിലേക്ക് യേശു വരികയാ. आमीन. अकेला होने का कई ऐसा वक्त आया था, इसके बाद एक बहुत बड़ी भीड़ उसके साथ खड़ी है. आज ആളുകൾ പറയും, നീ ഏകനായി, നീ ഒറ്റപ്പെട്ടു, നിന്റെ കൂടെ നിൽപ്പാൻ ആരുമില്ല. लोग कहते हैं कि तुम अकेले हो, तुम्हारे साथ कोई नहीं है, तुम अभी अकेले हो, खड़े हो यहाँ पे. എന്നാൽ നാം വായിക്കുന്നു, കഷ്ടം അനുഭവിച്ച ശേഷവും പ്രത്യക്ഷനാകുന്ന യേശുവിന്റെ വാക്കുകൾ, നീ ആളുകളുടെ നടുവിൽ നിൽക്കും.
आमेन। हम बात को याद करेंगे कि तुम दुख उठाने के बाद तुम फिर से सबके सामने प्रकट होगे। ആമേൻ. സ്ഥിതിഗതികൾ മാറും. परिस्थितियां बदल जाएंगी। മരണത്തിന് നിന്നെ തടവാൻ സാധ്യമല്ല. मृत्यु को तुम्हें हानि करने की सामर्थ नहीं है। ആളുകൾ വിട്ടുപിരിഞ്ഞു പോകുന്നതിന്റെ ശുശ്രൂഷ അവസാനമല്ല. जब लोग साथी चले गए, छोड़ दें, तो वहां पे आपकी सेविकाई खत्म नहीं होती है। ബഥാനിയിലെ ലാസറിന്റെ കല്ലറ തന്റെ ജീവിതത്തിന്റെ അവസാനമല്ല, താൻ വീണ്ടും പന്തിയിലിരിക്കും. बेथानिया में लाजर का जो कब्र है वो उसका अंत नहीं, बल्कि वो आगे बढ़ के भोजन के स्थान में बैठा हुआ था। ഒരു ബലഹീന സമയത്ത് തള്ളിപ്പറയേണ്ടി വന്നു, ശരിയാ. പക്ഷെ മടങ്ങി വന്നപ്പോൾ ആമേൻ അധികാരത്തിന്റെ താക്കോൽ നൽകിയ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. आमीन। ऐसा वक्त आया कि हम खत्म हो गए थे, हमारे पास कुछ नहीं था, इसके बाद हम जीवन की कुंजी लेकर आगे बढ़ते जाए। ശ്രദ്ധിക്കുക ദൈവത്തിന്റെ പൈതലേ, കഷ്ടത്തിന് ശേഷവും നടന്നവന്റെ പിന്നാലെയാണ് നാം നടക്കുന്നത്. हम याद करेंगे कि ये दुख उठाने के बाद बढ़ने वाले की हम सेवकाई करते हैं आज। കല്ലറയിൽ വെച്ച് മടങ്ങിയ കർത്താവിന്റെ കൂടെ പുരുഷാരം വന്നുകൂടിയെങ്കിൽ അതേ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. हमें कब्र में से पुरुषों को बाहर निकालने वाला जो सामर्थ्य है उसकी हम सेवकाई करते हैं, तो हमारे साथ भी ऐसा होगा। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ പൈതലേ, परमेश्वर हमारी सहायता करे। ഈ കർത്താവിന്റെ യാത്രാ സമയത്ത്, ശുശ്രൂഷ സമയത്ത് ഒരിക്കൽ നാം വായിക്കുന്നു, ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം ഇങ്ങനെ ഒരു വാക്യമുണ്ട്. हम जानते हैं कि यीशु मसीह की सेविकाई में एक बात कही गई है, लूका की इंजील सुसमाचार उसके 9 अध्याय में ഇപ്രകാരം വായിക്കുന്നു. इस प्रकार हम पढ़ते हैं। ശമര്യക്കാർ പറയുന്നു, सामरी लोग कहते हैं, ഞങ്ങളുടെ അതിർ വിട്ടു പോകണമേ, हमारे हमारी सीमा को छोड़ के चले जा, ഞങ്ങളുടെ അതിർ വിട്ടു പോകണം. हमारी सीमा से चले जा। അവർക്ക് വലിയ നഷ്ടമുണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. उन लोग को कई सारा नष्ट हुआ, इसलिए वो ऐसा कह रहे थे। അവർ പറയുന്നു, കർത്താവേ ഞങ്ങളുടെ അതിർ വിട്ടു പോകണം. वो कहते हैं कि हे प्रभु हमारे सीमा से चले जा। നന്മ ചെയ്തതാണ് ആ ദേശത്ത് ചെന്നിട്ട്. उसने यीशु मसीह ने उस जगह पे भलाई अपनी दया दिखाई थी। ആ യേശു അവിടെ രോഗിയെ സൗഖ്യമാക്കുന്നു. वो यीशु मसीह उस जगह पे रोगियों को चंगा किया था। ആ ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കിയ ചരിത്രമാണ് നാം വായിക്കുന്നത്. उस जगह पे यीशु मसीह ने दुष्टात्मा को बाहर निकाला था। എന്നാൽ അവർക്കുണ്ടായ ചില നഷ്ടങ്ങളെ കണ്ടവർ പറയുന്നു, യേശു ഞങ്ങളുടെ അതിർ വിട്ടു പോകണം. हम पढ़ते हैं कि उन लोग को थोड़ा नष्ट हुआ, इसलिए वो यीशु मसीह से कह रहे थे, ये यीशु मसीह हमारी सीमा से चले जा। എന്നാൽ വായിക്കുന്നു, ചില നാളുകൾക്ക് ശേഷം हम पढ़ते हैं कि कुछ दिनों के बाद നീ അതിർ വിട്ടു പോകണമെന്ന് പറഞ്ഞ ഇടത്ത് ഒരു വലിയ കൂട്ടം യേശുവിന്റെ നാമത്തിൽ ആരാധന ആരംഭിക്കുന്നു. हमें जिस जगह पर लोगों ने कहा था कि हे प्रभु हमारे सीमा से चले जा, उसी जगह में एक बहुत बड़ी भीड़ यीशु मसीह के पीछे होली थी। അപ്പോസ്തല പുസ്തകത്തിൽ प्रेरितों के कार्यों में നമുക്കറിയാം, ശമരിയിൽ ഒരു വലിയ സഭയുണ്ടായ ചരിത്രം നാം വായിക്കുന്നുണ്ട്. हम जानते हैं कि समरिया में बहुत बड़ी भीड़, बहुत बड़ी कलीसिया उत्पन्न हुई थी। ഫിലിപ്പോസ് അവിടെ ശുശ്രൂഷകനായിരുന്നു. फिलिप्पुस वहां का एक अभिषिक्त था। ഒരു വലിയ കൂട്ടം ആളുകൾ യേശുവിനെ അറിയുന്നു. बहुत ही बड़ी भीड़ यीशु मसीह को जानी थी। അവർ ആദ്യത്തെ സംസാരം, നിങ്ങളുടെ അതിർ വിട്ടു പോകണം. उनका पहले की बात ये थी कि हमारे सीमा से चले जा। എന്നാൽ കഷ്ടമനുഭവിച്ച ശേഷവും ജീവിപ്പിക്കുവാൻ കഴിവുള്ള കർത്താവിന്റെ നാമത്തിൽ ആ നാട്ടിൽ ഒരു കൂട്ടം ആളുകൾ അതേ നാമത്തിന് വേണ്ടി വേർതിരിയുന്നു. दुख उठाने के बाद दोबारा जीवित होने वाले के नाम से उस जगह पे फिर से एक बहुत बड़ा अद्भुत कार्य होने पाया। ശ്രദ്ധിക്കാമേ, നമ്മോട് വിട്ടുപോകുവാൻ പറഞ്ഞവർ നമ്മളെ തിരികെ വിളിക്കുന്ന ആളുകൾ വരികയാ. हमें जितने लोग हमको यहाँ से भगाएंगे, याद करेगा, वही हमको वापस बुलाएंगे। നീ മടങ്ങി വരരുന്ന് പറഞ്ഞയച്ചവർ നമ്മളെ മടക്കി വിളിക്കുന്ന ആളുകളാണ് 2025. आज इस साल 2025 में जितने लोग हमसे कहे थे कि तुम चले जाओ, वापस ना आना, वही लोग हमको वापस बुलाएंगे। ആത്മാവിൽ ഇന്ന് രാവിലെ സന്ദേശം ശ്രമിക്കാമോ? आत्मा में ये आज की संदेश को सुनेंगे। ഈ സന്ദേശത്തിന്റെ ആഴങ്ങൾ ആത്മാവിൽ സ്വീകരിക്കാം. इस संदेश का जो मूल है उसको अपने हृदय में अच्छे से बसा लें। പറയാം, യേശുവിന്റെ നാമത്തിൽ കഷ്ടം അനുഭവിച്ച ശേഷവും നാം മടങ്ങി വരും. बोले कष्ट सहने के बाद, दुख उठाने के बाद हम वापस आएंगे। മരിച്ചു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് അവിടെ നിന്ന് വീണ്ടും പ്രസംഗിക്കുവാൻ ദൈവം അധികാരം തരുന്നു. मृत्यु हो गई है, खत्म हो गया है, उसके बाद यीशु मसीह दोबारा उठाने वाला है। ആമേൻ. നമുക്കറിയാം, നാം വായിച്ചതുപോലെ ആമേൻ, ഇനിയും ഒരു പുരുഷാരം കൂടുകയില്ലെന്ന് പറഞ്ഞ് യെരൂശലേമിൽ ആളുകൾ കൂടും, ആളുകൾ വലിയ പുരുഷാരം ഓടിക്കൂടും. हम देखे थे कि जहाँ बहुत बड़ी भीड़ वहां से तितर बितर हो गई थी, उसी जगह में दोबारा वो भीड़ आई, दोबारा वो भीड़ आगे बढ़ती गई। ലാസറിന് മടങ്ങി വരവില്ലെന്ന് പറഞ്ഞ അതേ ബഥാനിയിൽ യേശുവിനോട് പന്തിയിൽ നിന്ന് ഭക്ഷണം കഴിക്കും. लाजर अभी दोबारा नहीं आएगा, वो मर चुका है, उसी बेथानिया में यीशु मसीह के साथ भोजन वो करता है। തള്ളി പറഞ്ഞതിനാൽ വീണ്ടും നീ പ്രസംഗിക്കില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ വീണ്ടും പത്രോസിന്റെ പ്രസംഗം നാം കേൾക്കുന്നു. उसको धक्का मार के बाहर निकाला था, पतरस को दोबारा उसी जगह प्रचार करने के लिए सामर्थ्य बनाया। ഏകനായി നിന്ന് കഷ്ടം സഹിച്ച കർത്താവിന്റെ കൂടെ വലിയൊരു പുരുഷാരം വന്നു കൂടി എന്ന് രാവിലെ പറയാമോ?
ഹല്ലേലൂയ. ഈ ഏകാന്തത എന്റെ അവസാനമല്ല, ഞാൻ പുരുഷാരത്തിന് നടുവിൽ നിന്ന് പ്രസംഗിക്കും. आमीन। अकेला होकर यीशु मसीह वहां खड़ा था, इसके बाद यीशु मसीह के पीछे बहुत ही बड़ी भीड़ उसके साथ खड़ी हुई, उसी के नाम से हम आगे बढ़ते जाएंगे। ശമരിയിൽ നീ കയറരുതെന്ന് പറഞ്ഞു വിട്ടവർ ആമേൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. आमीन। सामरिया में जितने लोग कहे थे कि वापस ना आना, वही लोग तुम्हारा इंतजार करेंगे। ആത്മാവിന്റെ നിറവുണ്ടായപ്പോൾ കാര്യങ്ങളുടെ ചരിത്രം മാറുകയാ. आमीन। आत्मा की जब बहुत बड़ी बेदारी हुई तो वहां पे बहुत बड़ा अद्भुत कार्य हुआ। ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാവിലെ ആത്മാവിൽ പറയാമോ? प्रभु के दासों आत्मा के साथ ये बात कहेंगे आज। ആമേൻ. കഷ്ടതയ്ക്ക് ശേഷം വീണ്ടും ഒരു പ്രത്യക്ഷത. हमें दुख उठाने के बाद भी उसके सबके समूह के एक प्रकट होने का समय। ഒടിഞ്ഞുപോയി ചതഞ്ഞുപോയി ഒരു മടങ്ങി വരവില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ ആമേ അത്ഭുതമായി നിന്ന് കർത്താവിന് സാക്ഷിയാകുന്ന വിശുദ്ധന്മാർ. ये खत्म हो गया है, ये मसल चुका है, इसका दोबारा वापसी कुछ नहीं होगा। उन्हीं लोगों के साथ, उन्हीं लोगों के सम्मुख सामने यीशु मसीह दोबारा खड़ा होकर उनके सम्मुख खड़ा हुआ। സുവിശേഷത്തിന്റെ ചരിത്രത്തിന്റെ ആദ്യ പേജുകൾ പറയുന്നു, കഷ്ടം അനുഭവിച്ച ശേഷം അവൻ വീണ്ടും പ്രത്യക്ഷനായി. नए नियम के शुरुआती पन्नों में वो हम कह सकते हैं, हम देख सकते हैं, सुसमाचारों के पन्नों में हम देख सकते हैं कि वो दुख उठाने के बाद वापस आया, വീണ്ടും പ്രസംഗിക്കുന്നു, दोबारा प्रचार करता है, വീണ്ടും പ്രസംഗിക്കുന്നു, दोबारा प्रचार कर रहा है, വീണ്ടും നടക്കുന്നു, दोबारा चल रहा है, വീണ്ടും സംസാരിക്കുന്നു, दोबारा बातें कर रहा है, വീണ്ടും ദൃഷ്ടാന്തം കാണിക്കുന്നു, दोबारा वो दृष्टांतों को दिखा रहा है। യേശുവിന്റെ നാമത്തിൽ ശിഷ്യന്മാർ വീണ്ടും ഒരുമിച്ച് കൂടുന്നു. यीशु मसीह के नाम में बहुत ही बड़ी भीड़ इकट्ठा हो रही है। ഇന്ന് രാവിലെ ആത്മാവിൽ പറഞ്ഞിങ്ങനെ അവസാനിപ്പിക്കട്ടെ. आज की सुबह ये बातों को कहकर मैं समाप्त करूंगा। നമ്മൾ സേവിക്കുന്ന കർത്താവ്, हम जिसकी सेवा करते हैं, ആമേ, കർത്താവ് വീണ്ടും എഴുന്നേറ്റെങ്കിൽ, अगर वो दोबारा उठने के लिए सामर्थ्य है, വീണ്ടും പ്രസംഗിച്ചെങ്കിൽ, दोबारा प्रचार करने के लिए सामर्थ्य है, ആമേ, നമ്മുടെ തലയായവൻ വീണ്ടും അത്ഭുതം ചെയ്തെങ്കിൽ, अगर हमारा सर जो है अगर फिर से वो बातें करता है, ശരീരമായ നാമം എഴുന്നേൽക്കും. हम जो उसके शरीर के अंग है फिर से खड़े होंगे। ആമേ, ശരീരമായ നാമം പ്രസംഗിക്കും. हम जो शरीर के अंग है फिर से प्रचार ആമേ, करेंगे। തന്റെ ശരീരമായ നാമം അത്ഭുതം ചെയ്യും. हम जो भी इसके अंग है प्रभु, हम फिर से बातें ആമേ, करेंगे। തന്റെ ശരീരമായ നാമം യെരൂശലേമിലൂടെ നടക്കും. हमें जो हम उसके शरीर है यरूशलेम में फिर से हम चलेंगे। അതേ യെരൂശലേമിൽ നാം രോഗികളെ സൗഖ്യമാക്കും. उसी यरूशलेम में हम रोगियों को चंगा അതേ करेंगे। യെരൂശലേമിൽ ദൈവരാജ്യം പ്രസംഗിക്കും. हमें उसी यरूशलेम में हम परमेश्वर की राज की सेवकाई करेंगे। കാര്യം കഷ്ടമനുഭവിച്ചിട്ട് ആമേൻ കാര്യങ്ങൾ തീർന്നവനല്ലവനെയോ, കഷ്ടം അനുഭവിച്ച ശേഷം, ക്രൂശീകരണത്തിന് ശേഷം, ആമേൻ ശവസംസ്കാരത്തിന് ശേഷം വീണ്ടും പ്രസംഗിച്ച നസ്രായൻ. इसका कारण यही है कि जो दुख उठाने के बाद, जो मृत्यु के बाद, जिसका गाड़ा जाना हो चुका था, इसका क्रूसारोपण हो चुका था, इसके बाद वो जीवित होकर फिर से प्रचार करने वाला। आमेन। ദൈവമക്കളെ, യേശുവിന്റെ നാമത്തിൽ നാം കാണുന്നതും ചെയ്യുന്നതും എല്ലാം അത്ഭുതങ്ങളാ. हमें जो भी हम कार्य हम करते हैं, जो भी कार्य हम देखते हैं यीशु मसीह की नजरों में अद्भुत कार्य है। യേശുവിന്റെ നാമത്തെ സ്വീകരിച്ചവരെല്ലാം അത്ഭുതം ചെയ്യുന്നവരാണ്. यीशु मसीह के नाम से जो भी उन्हें उसे ग्रहण करता है वो अद्भुत कार्य करने वाले हैं। യേശുവിന്റെ നാമം അംഗീകരിച്ച ചെറിയ ശിശു പോലും അവർക്ക് യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ചെയ്യുവാൻ കർത്താവ് അധികാരം തരുന്നു. छोटे से छोटा जो पुरुष अगर यीशु मसीह को अंगीकार किया है तो उसको आगे बढ़ाने के लिए यीशु मसीह सामर्थ्य है। ശ്രദ്ധിക്കുക, ഇന്ന് രാവിലെ ആമേൻ മരിച്ച് കഴിഞ്ഞടക്കം ചെയ്ത് ആമേൻ ആളുകൾ ആമേൻ നമ്മെ പിരിഞ്ഞ് അവർ കരഞ്ഞ് മടങ്ങിപ്പോകുമെന്നാൽ നമുക്കറിയാം കർത്താവിന്റെ മടങ്ങി വരവിൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം വീണ്ടും എഴുന്നേൽക്കും. आमीन। हम जानते हैं जितने लोग हमारी कब्रों में पत्थर लगाएंगे, जितने लोग हमारे लिए आंसू बहाएंगे, हम जानते हैं दोबारा जब यीशु मसीह का आगमन होगा हम फिर से खड़े होंगे। കർത്താവിൽ മരിച്ചവർ വീണ്ടും എഴുന്നേൽക്കുമെന്ന് നമുക്ക് വേദപുസ്തകം നമ്മോട് സാക്ഷ്യം പറയുന്നു. प्रभु में जो मरे हैं वो फिर से दोबारा एक और बार खड़े होंगे, हम पुस्तक पढ़ सकते हैं। നാം ഇന്ന് ജീവനോടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യും. आज हम जीवित होकर जो कार्य करते हैं, നാം പ്രസംഗിക്കും, हम जो प्रचार करते हैं, നാം അത്ഭുതങ്ങൾ ചെയ്യും, अद्भुत कार्य करेंगे, നാം ദൈവസഭകളെ സ്ഥാപിക്കും, हम प्रभु की सभाओं को स्थापित करेंगे, നാം യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. हम यीशु मसीह के नाम में अद्भुत कार्य करते रहेंगे। എന്നാൽ നാം ഈ ലോകം വിട്ട് മടങ്ങിപ്പോകും. इसके बाद हम इस दुनिया को छोड़ के चले जाएंगे। നമ്മുടെ ശ്വാസം അവസാനിക്കും. हमारी सांस खत्म हो जाएगी। നാം മരിച്ചടക്കപ്പെടും. हमारे मृत्यु के बाद हमें गाड़ा जाएगा। കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നമ്മിൽ പലരും അതിലൂടെ കടന്നു പോകും. अगर यीशु मसीह के आगमन को देरी है तो उसी कब्र के ऊपर से लोग गुजरेंगे। എന്നാൽ വായിക്കുന്നു,
इसलिए हम पढ़ते हैं। ആമേ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കർത്താവിന്റെ വീണ്ടും മടങ്ങി വരവുണ്ടാകുമ്പോൾ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ മണ്ണിൽ മറഞ്ഞ വിശുദ്ധന്മാർ വീണ്ടും എഴുന്നേൽക്കും. आमीन। हम जानते हैं जैसा कि हम पढ़ते हैं कि यीशु मसीह का, परमेश्वर का दोबारा आगमन होगा। स्वर्गदूतों का बहुत बड़ा भीड़ जो उतर आएगा, उस समय बहुत ही बड़ा ललकार का शब्द सुनाई देगा। उस समय जो मिट्टी में मिल गए थे वो फिर से खड़े होंगे। അവർ വീണ്ടും എഴുന്നേൽക്കും. हम फिर से खड़े होंगे। അവർ യേശുവിനെ സ്വീകരിപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. वो यीशु मसीह को स्वीकार करने के लिए मेघों के ऊपर, बादलों के ऊपर उठा लिए जाएंगे। അവർ വീണ്ടും എഴുന്നേറ്റ് വരും. वो फिर से उठा लिए जाएंगे। ദൈവമക്കളെ, നാം ഇന്ന് അത്ഭുതം ചെയ്യുന്നു. प्रभु के दासों, हम जो आज अद्भुत कार्य करते നാം हैं, ഇന്ന് അത്ഭുതം കാണുന്നു. जो हम आज अद्भुत कार्य देखते हैं, ആമേ വരും നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. आने वाले कल में हमारे अद्भुत कार्य हमारे जीवन में നാം होते ഇന്ന് रहेंगे। ഭൂമിയിൽ നടക്കുന്നു. आज हम धरती पर चलते हैं, നാളെ നാം സ്വർഗത്തിൽ നടക്കേണ്ടവരാണ്. कल हम लोग जाके स्वर्ग में चलने वाले നാം हैं। ഇന്ന് ഭൂമിയിൽ ആരാധിക്കുന്നു. आज हम भूमि पृथ्वी पर आराधना करते हैं, നാളെ നാം സ്വർഗ ദൈവത്തെ ആരാധിക്കും. आने वाले कल में हम स्वर्ग में आराधना करेंगे। ഹല്ലേലൂയ. हालेलुया। ആമേ മരിച്ചതിന് ശേഷം അടക്കത്തിന് ശേഷം വീണ്ടും നടന്നവൻ, हम दुख उठाने के बाद, मरने के बाद, गाड़े जाने के बाद फिर से चलने वाला, കഷ്ടം അനുഭവിച്ചതിന് ശേഷവും ദൈവസഭയ്ക്ക് ഒരു ഭാവിയുണ്ട്. दुख उठाने के बाद, खत्म होने के बाद परमेश्वर की सेवकाई को फिर से एक जीवन है। ഈ കഷ്ടം നമ്മുടെ അവസാനമല്ല. ये दुख हमारा अंत नहीं है। ഈ ജയിൽ നമ്മുടെ ശുശ്രൂഷയുടെ അവസാന ഇടമല്ല. ये बंदी गृह हमारे सेवकाई की आखिरी पल नहीं है। ആമേ ശത്രുവിന്റെ കരങ്ങളിൽ അമരുന്നത് നമ്മുടെ ശുശ്രൂഷ തീർന്നത് കൊണ്ടല്ല. जो विरोधियों का जो जश्न मनाने का समय है, हमारे सेवकाई का अंत नहीं है। നമ്മുടെ സഭകൾ അടഞ്ഞു കിടക്കുന്നത് ദൈവസഭയ്ക്ക് അവസാനം ഉണ്ടായത് കൊണ്ടല്ല. हमारा जो कलीसिया बंद है, इसका मतलब ये नहीं कि परमेश्वर की सेवकाई का अंत हो गया है। പരസ്യമായി യേശുവിന്റെ സാക്ഷ്യം വഹിപ്പാൻ കഴിയാതിരിക്കുന്നത് സുവിശേഷത്തിന് ശക്തി കുറഞ്ഞത് കൊണ്ടല്ല. व्यक्तिगत रूप से अगर हम सुसमाचार नहीं सुना पा रहे, इसका मतलब ये नहीं कि हमारी सेवकाई खत्म होने वाली है। എന്നാൽ സ്ഥിതികൾ മാറി മറിയാൻ പോകുന്നു. इसके बाद स्थिति परिस्थिति बदलने वाली है। കാരണം മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും പ്രത്യക്ഷനായവന്റെ ശുശ്രൂഷകന്മാരാണ് നാം. कि हम जानते हैं कि दुख उठाने के बाद फिर से जी उठने वाला परमेश्वर की हम सेवकाई करते हैं। കഷ്ടം അനുഭവിച്ചതിന് ശേഷം ഒരു ഭാവിയുണ്ട്. दुख उठाने के बाद एक आगे एक जीवन है। ക്രൂശീകരണത്തിന് ശേഷം ഒരു യെരൂശലേമിൽ ശുശ്രൂഷയുണ്ട്. क्रूसारोपण के बाद यरूशलेम में फिर से एक सेवकाई है। ശവസംസ്കാരത്തിന് ശേഷവും യേശുവിന്റെ പിന്നാലെ ശിഷ്യന്മാർ കൂടി വന്നെങ്കിൽ ആമേൻ ഈ കഷ്ടതയ്ക്ക് ശേഷവും നാം പ്രസംഗിക്കും. आमीन। यीशु मसीह का दुख उठाने के बाद जितने लोग उसके पीछे आए थे, अगर ऐसा है तो हम दुख उठाने के बाद फिर से हमारे पीछे एक भीड़ आएगी। കഷ്ടം അനുഭവിച്ച ശേഷവും വീണ്ടും പ്രസംഗിച്ചവൻ. कष्ट उठाने के बाद फिर से प्रचार करने वाला। ഈ രോഗം നമ്മെ അവസാനിപ്പിക്കുന്നതല്ല, നാം വീണ്ടും സൗഖ്യമായി അനേകരെ സൗഖ്യമാക്കും. ये रोग हमें खत्म करने वाला नहीं है। इस रोग के बाद हम फिर से लोगियों को चंगा करने वाले हैं। ഈ വേദന നമ്മെ തളർത്തുകയില്ല, നാം സൗഖ്യമായി നിരവധി രോഗികളെ സൗഖ്യമാക്കും. ये वेदना, ये दर्द हमें खत्म करने वाली नहीं है। इस वेदना सहने के बाद हम रोगियों को या वेदनाओं को चंगा करने वाले हैं। യേശു അത് ചെയ്തെങ്കിൽ നാം അത് ചെയ്യും. अगर यीशु मसीह ऐसा किया था तो हम भी ऐसा करेंगे। നമുക്ക് വേണ്ടി രോഗിയായവൻ വീണ്ടും രോഗിയെ ആക്കിയെങ്കിൽ ആ നാമത്തിൽ നാമും സൗഖ്യമാകും, നാം നിരവധി പേരെ സൗഖ്യമാക്കും. जो रोगी था और बाद में रोगियों को चंगा किया, अगर उसी की आराधना हम करते हैं तो आज जो हम अकेले हैं तो हम कल जाके रोगियों को चंगा करेंगे। ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം പറഞ്ഞ് വീണ്ടും അവസാനിപ്പിക്കട്ടെ. पहले अध्याय का दूसरी आयत हम पढ़ के फिर से समाप्त करेंगे। കഷ്ടം അനുഭവിച്ച ശേഷം അവൻ വീണ്ടും പ്രത്യക്ഷനായി. दुख उठाने के बाद वो फिर से प्रकट हुआ। സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. स्वर्गीय बातों को उसने प्रकट किया। അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. अनेकों दृष्टांतों के साथ उनसे प्रकट हुआ। ഇത് ലൂക്കോസ് എഴുതിയപ്പോൾ അബദ്ധത്തിൽ എഴുതിയ കാര്യമല്ല. जब लूका जब ये बातें लिख रहा था तो वो गलती से नहीं लिखा। गलती से, उसकी गलती नहीं थी, वो गलती से नहीं लिखा था। നമ്മുടെ ഉള്ളിൽ വലിയൊരു ആനന്ദം തരുവാൻ നമ്മുടെ യഥാർത്ഥ ചിത്രം ആ വാക്യത്തിൽ വ്യക്തമാകുകയാണ്. अमन वो जो उसकी जो आत्मिक नजरों में हमारा वो भविष्य लिखा था वहां पे। ആമേൻ. നമ്മുടെ ചിത്രമാണ് ആ വാക്യത്തിന്റെ അർത്ഥം. हमारा एक चित्र उस आयत में, उस आयत का मतलब हमारा एक चित्र वहां लिखा हुआ है। നമ്മുടെ സാക്ഷ്യമാണ് രണ്ടാമത്തെ വാക്യം. हमारी एक गवाही है उस दूसरी आयत का मतलब। നമ്മുടെ ജീവിതത്തിന് അനുഭവം എഴുതിയാണ് ലൂക്കോസ് ആരംഭിച്ചത്. हमारे जीवन का अनुभव से ही लूका ने वो आगे के पद लिखे हैं। യേശു ഉയർത്താൽ നാം ഉയർത്തും. यीशु मसीह अगर जी उठा था तो हम भी जी उठेंगे। കഷ്ടം അനുഭവിച്ച ശേഷം യേശു നടന്നെങ്കിൽ നാമും നടക്കും. दुख उठाने के बाद अगर यीशु मसीह चला था तो हम भी चलेंगे। യേശുവിനെ വിട്ട് പുരുഷാരം പോയവർ മടങ്ങി വന്നെങ്കിൽ നമ്മുടെ അടുക്കലും പുരുഷാരം ഓടി വരും.
हमें यीशु मसीह की जब भीड़ छोड़ के चली गई और वापस आई तो हमारे साथ भी एक बहुत बड़ी भीड़ चलेगी। തള്ളിപ്പറഞ്ഞ പത്രോസുമാർ മടങ്ങി വരും, അവർ വീണ്ടും വന്ന് പ്രസംഗിക്കും. इनकार करके जो पत्र जो वापस गया था वापस हमारे पीछे आएगा। പുരുഷാരം വിട്ട് ഓടിയെങ്കിൽ അവർ വീണ്ടും നമ്മെ അന്വേഷിച്ച് മടങ്ങി വരും. अगर भीड़ को छोड़ के जो लोग चले गए थे वो वापस भीड़ इकट्ठा होगी। ലാസറിനെ അടക്കിയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ലാസർ വീണ്ടും പന്തിയിൽ നിന്ന് ഭക്ഷണം കഴിക്കും. लाजर को जिसने लाजर अगर मर चुका था उसको गाड़ा जाना हो चुका था उसके बाद वो फिर से वो यीशु मसीह के साथ वो भोजन करने के लिए सामर्थ्य है। യെരൂശലേമിലൂടെ നാം നടക്കും. यरूशलेम के साथ हम वापस चलेंगे। നാം പ്രസംഗിച്ച അതേ പാഠങ്ങൾ നാം വീണ്ടും പ്രസംഗിക്കും. हम जिस विषय प्रचार किए थे उसी विषय में हम फिर से प्रचार करेंगे। കഷ്ടത്തിന് ശേഷം വിഷയം മാറ്റിയല്ല, അതേ വിഷയം തന്നെ വീണ്ടും പ്രസംഗിക്കുന്നു. दुख उठाने के बाद हमने विषय को बदला नहीं, उसी विषय में हम प्रचार करते ദൈവം നമ്മെ रहेंगे। സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഈ ദിനങ്ങളിൽ അതിശക്തമായ ക്രിസ്തുവിന്റെ സാക്ഷികളായി ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. इन दिनों में परमेश्वर के सामर्थ्य वचनों से आगे बढ़ने के लिए परमेश्वर हमारी सहायता करे। കഷ്ടം അനുഭവിച്ച ശേഷവും വീണ്ടും നാം പ്രസംഗിക്കും. दुख उठाने के बाद हम फिर से प्रचार करेंगे। കർത്താവേ, സ്വർഗീയ പിതാവേ, प्रभु परमेश्वर നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. हम आपका धन्यवाद करते हैं। ഈ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. इस मनोहर वचन के लिए धन्यवाद करते എല്ലാ हैं। അഭിഷിക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. सारे अभिषिक्त लोग के लिए हम धन्यवाद करते हैं। ദേവദാസിമാർക്കായി സ്തോത്രം. सारे देवदासियों के लिए हम परमेश्वर का धन्यवाद ഇന്ന് करते രാവിലെ हैं। ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ച എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. हम जिसके साथ हम आज आराधना किए थे उन सबको हम आपके हाथ में सौंपते हैं। യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में मांगते हैं। ആമേൻ.